السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. إلهي نجني من كل ضيق بجاه المصطفى خير الجميع، فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. അഭിവന്ദരായ പി വി ഉസ്താദ്, നേതൃനിരയിലെ ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട ICF-ൻ്റെയും RC-യുടെയും പ്രവർത്തകർ, സഹോദരങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് പൈശാചിക ശർറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഈ പ്രവാസ ജീവിതം ഭൂമിയിലും ആഖിറത്തിലും സന്തോഷമുള്ളതാക്കി തീരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ദീർഘമായി ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം നടത്താൻ പറ്റിയ സാഹചര്യമല്ലെന്ന് നമുക്കറിയാം. ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ തുടക്കത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ ഉമ്മയായ ജാമിഅ മർക്കസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാതെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം പെട്ടെന്ന് നിർത്തും. അല്ലാഹു പറയുന്നതും കേൾക്കുന്നതും അവൻ്റെ ഹൃദയമുള്ളതാക്കി തെരുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ഒരു കാലം ലോകത്തങ്ങനൊന്ന് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിയുമ്പോൾ എടുത്തു മാറ്റാൻ വേണ്ടി വന്നത് ചോരപ്പൈതലായ ഫാത്തിമ എന്ന പൊന്നുമോളായിരുന്നു. ഉപ്പ എന്ന് വിളിച്ച് ആ പ്രിയപ്പെട്ട മകൾ കണ്ണീരൊടുക്കുമ്പോൾ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരൊടുക്കിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂലുള്ള വല്ല ചിന്തയിലോ വേറെ വല്ല ടെൻഷനിലോ ആണ് എങ്കിൽ ഞാൻ പതുക്കെ പറയും, നബിയേ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ റസൂലുള്ള എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. ഫാത്തിമ നബിത്തങ്ങളുടെ മനസ്സിലെ കരളാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് ആയിഷത്തീങ്ങളെ റസൂലുള്ളാന്റെ കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞ വസ്തുക്കൾ എടുത്തു മാറ്റുന്നത്. അവിടുത്തെ കാല് പൊട്ടി, നെരിയാണി പൊട്ടി രക്തം ഒഴുകിയില്ലേ? അവിടുത്തെ വായിൽ നിന്നൊരു പല്ലുപോയി. ഞാൻ എന്തിനാണ് ആമുഖമായി പറയുന്നത്? ഞാനടക്കമുള്ള നമ്മൾ ഒരു വിരൽത്തുമ്പ് വേദനിപ്പിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ദീനിന് വേണ്ടി വന്നിട്ടില്ല. വിരൽത്തുമ്പ് വേദനിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. ഒരു വിരൽത്തുമ്പ് വേദനിപ്പിക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വായിൽ നിന്നൊരു പല്ല് തെറിപ്പിച്ചപ്പോൾ സ്വഹാബത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. പ്രായം കൊണ്ടുപോയതല്ല ആ പല്ല്, വീണപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ടതുമല്ല. സ്വഹാബത്തിന്റെ മനസ്സ് പിടഞ്ഞു. അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, അവിടുത്തെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? റസൂലുള്ളാഹിനോടാണ് പറയുന്നത്. ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ഉമറേ, എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എൻ്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു
ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഉമറേ. എൻ്റെ വായിൽ നിന്ന് പല്ലു തെറിപ്പിച്ചവന് അല്ലാഹു സ്വർഗത്തിന്റെ ഭാഗം ഇങ്ങനെ തുറന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ സഹോദരങ്ങളെ നമ്മൾ? ഞാൻ ആമുഖമായി ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. ഉഹദ് യുദ്ധം കഴിഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്കൊന്ന് ചെന്നു നോക്കി. എന്താണ് ഉഹദിന്റെ സ്ഥിതിഗതികൾ? ഒരു മനുഷ്യന്റെ കരളാണ് സഹോദരങ്ങളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ കരളാണ് പിച്ചു ചീന്തിയിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ അവിടുത്തെ ഖൽബ് പൊട്ടുമല്ലോ. റഹ്മത്തുല്ലിൽ ആലമീനല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിക്കുന്നു, ആരുടെ കരളാണിത്? ആരുടെ കരളാണ് ഈ കടിച്ചു തുപ്പിയിരിക്കുന്നത്? ചെന്നു നോക്കുമ്പോ സ്വന്തം ബാപ്പയുടെ രക്തമായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഹംസത്ത് എന്നവരുടെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഹംസത്ത് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 5 വയസ്സോടടുത്തുകൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയം ആ ഉമ്മയുടെ മുഖത്തു നോക്കി 5 വയസ്സുള്ള കുഞ്ഞിന്റെ കണ്ണുനീർ അവിടുന്ന് കരഞ്ഞു. ആ കണ്ണുനീരിങ്ങനെ വടിച്ചു കൊടുത്തിട്ട്, മോനെ എന്തിനാണ് എൻ്റെ പൊന്നുമോൻ കരയുന്നത്? ഉമ്മാ, എൻ്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? 5 വയസ്സോടടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ കുട്ടിയുടെ ചോദ്യം, എൻ്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു ഉമ്മ? അവിടുന്ന് പറഞ്ഞു, മോനെ, നിങ്ങളുടെ ബാപ്പയുടെ മുഖം കാണണോ? ഹംസത്തിനെ പോലെയുള്ളവരുടെ മുഖത്തു നോക്കിയാൽ മതി. ആ ഹംസത്ത് എന്നവരുടെ കരളാടി സഹോദരങ്ങളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഖൽബ് പിടയില്ലേ? അവിടുന്ന് പറഞ്ഞു, എന്റെ ബാപ്പയുടെ ചോരയായ ഹംസത്ത് എന്നവരുടെ കരള് കടിച്ചു തുപ്പാൻ വെടിയൊരുക്കിയ കാട്ടാളൻ, ക്രൂരൻ, വഹശി എന്നവനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും പാഠം പഠിപ്പിക്കണം. അവരെ നിങ്ങൾ വിട്ടേക്കരുത്. ലോകത്തൊരാളെയും ആക്രമിക്കരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മതവിശ്വാസികളെയും പരിഹസിക്കരുത്, ആരെയും കളിയാക്കരുത്, ഒരു മതവിശ്വാസികളുടെ ദൈവങ്ങളെ പുച്ഛിക്കരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളാണ് കാട്ടാളനെ കണ്ടാൽ നിങ്ങൾ പിടികൂടണമെന്ന് പറഞ്ഞത്. ദിവസങ്ങളും മാസങ്ങളും അങ്ങ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ആ കാട്ടാളനെന്ന് പറയപ്പെട്ടിരുന്ന വഹ്ശി ആ ഹബീബിന്റെ ചാരത്ത് വരികയാണ്. ആ വ്യക്തിയുടെ മുഖം മറച്ചിട്ടുണ്ട്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ഉഹദി എന്ന് കേൾക്കുമ്പോ അവിടുത്തെ മനസ്സ് പൊട്ടൂല തങ്ങളെ. ഉഹദി എന്ന് കേൾക്കുമ്പോ അവിടുത്തെ മനസ്സ് പിടയൂല നബിയേ. അവിടുത്തെ ആ ഉഹദിൽ അങ്ങയുടെ എളാപ്പയായ ഹംസത്ത് എന്നവരുടെ കരള് കടിച്ചു തുപ്പിയ കാഴ്ച അങ്ങ് മറക്കൂ. ഒരു കാട്ടാളനായ വഹ്ശിയെ അങ്ങ് മറക്കൂ. ആ വഹ്ശി എന്ന കാട്ടാളനെങ്ങാനും ഒരു ദിവസം സ്വർഗത്തിൽ പാറിക്കളിക്കാൻ മോഹിച്ചുകൊണ്ട്, ഈമാനിന്റെ വെളിച്ചം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വന്നാൽ ആട്ടിവിടുമോ നബിയേ? അന്ത റഹ്മത്തുല്ലിൽ ആലം, അങ്ങ് ലോകത്തിന് റഹ്മത്തല്ലേ. അന്ത മൽജഉൽ ഖുറബാ, അങ്ങ് പാവങ്ങളുടെ അത്താണിയല്ലേ. അങ്ങ് ആട്ടിവിടുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ആ വഹ്ശി എന്ന പേര് കേൾക്കുമ്പോ ഉഹദിൽ ഇങ്ങനെ പിടയുന്ന എന്റെ ചോരയെ കണ്ണിൽ കാണുന്നുണ്ട്. എന്നാലും വഹ്ശി എന്റെ അരികിലേക്ക് നന്നാവാൻ കൊതിച്ചു വന്നാൽ, മോനെ, ഞാൻ അവനെ തട്ടില്ല, ഞാൻ അവന്റെ കൈപ്പിടിക്കും. ചിലപ്പോൾ അവന്റെ മുഖത്തു നോക്കില്ല, എന്റെ മുഖം ഞാൻ ഒന്ന് തിരിച്ചേക്കാം. ഹംസത്ത് എന്ന എന്റെ ബാപ്പയുടെ ചോരയെ കണ്ണിൽ പതിയാതിരിക്കാൻ വേണ്ടി. പക്ഷേ വഹ്ശിയെ ഞാൻ കൈയൊടിക്കില്ല. മുഖത്തുള്ള തുണിയങ്ങോട്ട് പൊക്കിയിട്ട്, അന വഹ്ശി യാ റസൂലല്ലാഹ്, നബിയേ, ഞാനാണ് ആ വഹ്ശി. യജമാനത്തി നിർബന്ധിച്ചു.
ഞാനത് ചെയ്തു. ഞാനൊരു അടിമയായിരുന്നു. യജമാനത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനാണ് അങ്ങയുടെ എളാപ്പയായ ഹംസത്ത് എന്നവരെ ആ രൂപത്തിലൊക്കെ ആക്കി തീർക്കാൻ പാടുപെട്ടവൻ ഞാനാണ് നബിയേ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. എന്റെ സഹോദരങ്ങളെ, ആ ഹംസത്ത് എന്നവരുടെ പേര് കേൾക്കുമ്പോ ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും റളിയല്ലാഹു അൻഹു നാം ചൊല്ലുന്നില്ലേ? അതേ തർളിയത്ത് ഇന്ന് ഇമാം വഹശി റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മൾ? ഈ ഉപ്പാപ്പയുടെ കുട്ടികളല്ലേ നമ്മൾ? വഹശി എന്ന കാട്ടാളൻ, ഒരു കാലത്തെ കാട്ടാളൻ, ഇന്ന് ആ വഹശിയുടെ പേര് കേൾക്കുമ്പോ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പ നമ്മ കൈയൊടിക്കോ? ഹംസത്തുൽ കറാറിന്റെ പേര് കേൾക്കുമ്പോ തർദിയത്ത് ചൊല്ലുന്നുവെങ്കിൽ അതേ രൂപത്തിൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുള്ള പറയുന്നു, ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹലിന്റെ പൊന്നു മോനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. അബൂജഹൽ നബിത്തങ്ങളെ അങ്ങേയറ്റം ഖൽബിൽ നിന്ന് വെറുപ്പിന്റെ സ്വരം കാണിച്ചു. എന്നേക്കും ശാപത്തിന്റെ ഉടമയായി. അബൂജഹലിന്റെ പൊന്നുമോൻ ഇക്രിമ നബിത്തങ്ങളെ നെഞ്ചിലേറ്റി തർദിയത്തിന്റെ ഉടമയുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളുടെ അരികിൽ വന്നു തർദിയത്തിന്റെ ഉടമയായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉപ്പാപ്പയുടെ മക്കളാണ് നമ്മൾ. വളരെ മലീമസമായ ഒരു ചുറ്റുപാട് നമുക്കൊക്കെ അറിയാം. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രശ്നങ്ങളേ ഉള്ളൂ. പ്രശ്നങ്ങൾ തീർന്നിട്ട് എന്ന് നമുക്ക് ഒരു സ്വസ്ഥമായി ജീവിതം കിട്ടും ഒരു പിടുത്തല്ല. ഇവിടെയും അങ്ങനെയാണ്, നമ്മുടെ നാടുകളിലും അങ്ങനെയാണ്. ഈ സമയം മത്താ അൽഖാ ഇഖ്വാനി, ഞാൻ എൻ്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടും. റസൂലുള്ള പറഞ്ഞൊരു വാചകം കണ്ടോ? എന്നേക്കാളും കഴിവുള്ള പണ്ഡിത മുത്തുകൾ വേദിയിലും സദസ്സിലുമുണ്ട്. അതുപോലെ തന്നെ നേതാക്കൾ, എന്റെ നേതാക്കൾ വരെയായുള്ളവർ ഇവിടെ വേദിയിലൊക്കെയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു പ്രസംഗത്തിന്റെ മധുരം കൂട്ടുകയല്ല. മത്താ അൽഖാ ഇഖ്വാനി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. ഇത് പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ കിടന്ന് ഈ മജ്ലിസ് കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ള പറഞ്ഞതാണ്. എൻ്റെ കുട്ടികളെ ഞാൻ എന്ന് കണ്ടുമുട്ടും. സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ ചോദിച്ചു, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ? ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ ബൽ അൻതും അസ്ഹാബി, എൻ്റെ സിദ്ദീഖേ നിങ്ങൾ എൻ്റെ മക്കളല്ല, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൻ വഔലാദി, ആരാണ് എൻ്റെ പൊന്നുമക്കളെന്നറിയോ? ആരാണ് എൻ്റെ കുട്ടികളെന്നറിയോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണുക പോലും ചെയ്യാത്ത, എൻ്റെ കൂടെ നിസ്കരിക്കാനും എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഭാഗ്യം ലഭിക്കാത്ത ധാരാളം സാധുക്കളായ എൻ്റെ മക്കൾ എൻ്റെ വഫാത്തിന് ശേഷം വരും. അവർ എന്നോട് വെറുത്തിട്ടൊന്നും ചെയ്യൂല ഉമറേ. അവർ പാവങ്ങളാണ്, അവർക്ക് എന്നോട് ഇഷ്കുള്ള മക്കളാണ്. മത്താ അൽഖാ, ആ കുട്ടികളെ ഞാനെന്ന് കണ്ടുമുട്ടും. മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ നമ്മുടെ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ, ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മൾ? ഇനി ആ ഉപ്പാപ്പയെ നെഞ്ചിലേറ്റാനുള്ള ഒരു അവസരം മനസ്സ് മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ 10 വിരലുകൾ കടിക്കണ്ട ഗതികേടിലേക്കാണ് ഈ സമുദായം എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ലക്ഷക്കണക്കായ ആളുകൾ മരിച്ചുവിടുന്നു, അവരെ കൊന്നൊടുക്കുന്നതും ഈ സമുദായത്തിൽപ്പെട്ടവര്, കൊല്ലപ്പെടുന്നവരും ഈ സമുദായത്തിൽപ്പെട്ടവർ, കൊന്നൊടുക്കുന്നവരും ഈ സമുദായത്തിൽപ്പെട്ടവർ. ലക്ഷങ്ങളാണ് ഈ നാടിന്റെ നാനാഭാഗങ്ങളിലും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതം തൊലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷം വേണോ? മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഭാഗത്തേക്ക് മടങ്ങി വന്നാലല്ലാതെ
ഈ സമുദായത്തിന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാലേ അല്ലാഹുവിന്റെ കാവൽ, പടച്ച റബ്ബിന്റെ ഹിഫ്ള് ഈ ഉമ്മത്തിന്, ഇസ്ലാമിക സമുദായത്തിന് അല്ലാഹു തആല കൊടുക്കൂ. അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിൽ ഒരു ബറക്കത്തും ഈ സമുദായത്തിന് കിട്ടുകയില്ല. എന്തുകൊണ്ട്? എൻ്റെ ഈമാനുള്ള പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചിലേറ്റിക്കൂടാ? ലൗ അന്ന സമാവാതി സബ്അ വൽ അർദീൻ, 7 ആകാശവും 7 ഭൂമികളും ഫീ കഫത്തിൽ മീസാൻ, ഒരു തട്ടിൽ വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തട്ടിലും അങ്ങ് വെച്ചാൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ കവച്ചു വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. 7 ആകാശവും ആകാശത്തിന്റെ ചുവട്ടിലുള്ള മുഴുവൻ വസ്തുക്കളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ഭാഗത്തേക്ക് എടുത്തു വെച്ചാൽ അവരൊന്നുമല്ല. ആ വസ്തുക്കളെ എത്രയോ പിന്നിലാണ് കലിമയെ തൊട്ട്. ആ കലിമ ചൊല്ലിയതുകൊണ്ട് മാത്രം ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ദീനിന്റെ പടയാളികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഒരൊറ്റ മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയില്ല. ഹഖല്ലേ സഹോദരങ്ങളെ? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞാലും പോരാ, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഭൂമിയിൽ ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയില്ല. ഈ ഉപ്പാപ്പയെ നെഞ്ചിലേറ്റണ്ടേ യുവാക്കളെ, എന്നാലല്ലേ റബ്ബിന്റെ സഹായം ഈ ഉമ്മത്തിന് ലഭിക്കുകയുള്ളൂ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള്. അല്ലാഹുവിന് മാത്രമുള്ള ആരാധനയാണ് 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരം. അല്ലാഹുവിന് മാത്രമുള്ള പ്രധാനപ്പെട്ട 5 വഖത്ത് ആരാധനകൾ ലോകത്തൊരു സൃഷ്ടിക്കില്ല. കൊടുക്കരുത്, കൊടുത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആ 5 വഖത്ത് ഫർളാക്കപ്പെട്ട ആരാധനകളിൽ എല്ലാവരും ചൊല്ലുന്ന, ആമുഖത്തിൽ ചൊല്ലുന്ന ഒരു ഇബാദത്തിന്റെ ഭാഗമാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള്. പടച്ചവനെ, ഞാൻ എൻ്റെ ശരീരത്തെ നിന്നിലേക്ക് തിരിക്കുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, തീർച്ചയായും എൻ്റെ നിസ്കാരം, എൻ്റെ മറ്റു ഇബാദത്തുകൾ പോരാ. വമഹിയായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ഇതാരാണ് പറയാത്തത്? ഉസ്താദുമാർ, സാദാത്തുക്കൾ, കഅബ കണ്ട ഹാജിമാർ എല്ലാവരും പറയുന്ന ഒരാശയമാണ്. ആ 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ആ നിസ്കാരം ബാത്തിലാകും. നബിത്തങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പ്രയോഗിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്. മുത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിത്തങ്ങളെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറയൽ നിർബന്ധം. പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ ഉപ്പാപ്പയെ നെഞ്ചിലേറ്റണ്ടേ സഹോദരങ്ങളെ, ഈ ഉപ്പാപ്പയെ നെഞ്ചിലേറ്റണ്ടേ സഹോദരങ്ങളെ. ഒന്നോർത്തു നോക്കൂ നിങ്ങൾ. ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി മാഷാ അല്ലാഹ് അസ്സലാമു അലൈക എന്ന് നമ്മുടെ ഉപ്പയെ കുറിച്ചെങ്ങാനും നിസ്കാരത്തിൽ പറഞ്ഞു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി.
അസ്സലാമു അലൈക്കി എന്ന് നമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച നമ്മുടെ ഹൃദയത്തുടിപ്പായ നമ്മുടെ ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് അസ്സലാമു അലൈക്കി എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ആ നിസ്കാരം ബാത്തിലാകും. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ ഉപ്പാപ്പയെ സഹോദരങ്ങളെ നെഞ്ചിലേറ്റണ്ടേ, എന്നാലേ വിജയം ഇനി നമുക്ക് ലഭിക്കുകയുള്ളൂ. വിജയം ഒരിക്കലും തന്നെ റസൂലുള്ളാഹിനെ മാറ്റി വെച്ചിട്ട് ഈ ഭൂമിയിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു മുസ്ലിമിന് വിജയം ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു ഭാവി ഉണ്ടാക്കാൻ റസൂലുള്ളാഹിനെ മാറ്റി വെച്ച് കഴിയുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാത്രമല്ല മഹാന്മാരായ ഫുഖഹാക്കൾ ആയുസ് മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിച്ച മഹത്തുക്കളായ ഫുഖഹാ പറഞ്ഞ ഒരാശയം, ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഖിബല തെറ്റിയാൽ കുഴപ്പമില്ല, 3 ചലനമുണ്ടായാൽ കുഴപ്പമില്ല. നബി തങ്ങളുടെ അരികിലേക്ക് നടന്നുപോയാൽ മുസ്ലിമീങ്ങളെ നിസ്കാരം ബാത്തിലാവില്ല. നേരെ മറിച്ച് ഫർള് നിസ്കരിക്കുന്ന ഒരു കുഞ്ഞിനെ, ഫർള് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സ്വന്തം ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. നമ്മുടെ ബാപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഫർള് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ വിളിച്ചോ ഉത്തരം കൊടുക്കണം. എത്ര നടന്നാലും നിസ്കാരം ബാത്തിലാവില്ല. ഇത് നബിത്തങ്ങളെ കുറിച്ച് ലോകം ഫുഖഹാ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ നബിത്തങ്ങളെ നെഞ്ചിലേറ്റണ്ടേ പ്രവാസികളായ സഹോദരങ്ങളെ. എന്നാലല്ലേ ഈ സമുദായത്തിന് വിജയമുള്ളൂ. എന്ന് എടുത്തു കളഞ്ഞോ അന്നു മുതൽ ഈ സമുദായം ഫിർഔനിനെ പാഠം പഠിപ്പിച്ച അല്ലാഹുവിനെ എന്തും ചെയ്യാൻ, ആ ഫിർഔനിനെ വിറപ്പിച്ച റബ്ബ് തന്നെയല്ലേ ഇപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത്. ആ റബ്ബിന് കഴിയാത്ത വല്ലതുമുണ്ടോ? പക്ഷേ ഈ സമുദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തുമ്പോ സ്വാഭാവികമായും അല്ലാഹു തആല ഈ മനുഷ്യരെ കൈയൊഴിയുകയാണ്. റബ്ബ് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, ഞാനിത് പറയുമ്പോ എന്തേ നമ്മുടെ ഉമ്മാക്ക് ഒരു പവറുമില്ലാത്തത് കൊണ്ടാണോ? മാതാപിതാക്കളെ കുറിച്ച് ധാരാളം വഅദ് പറയുകയും ഒരു പിടി സീഡികൾ ഇറക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് പവറില്ലാത്തത് കൊണ്ടല്ല ഈ പറഞ്ഞത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ഈ അടുത്ത് സ്വന്തം ഉമ്മയുടെ കഴുത്ത് അറുത്ത് കളഞ്ഞത്, 80 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മാന്റെ കഴുത്ത് അറുത്ത് കഷ്ണമാക്കിയത് യൂറോപ്പിലെ കെട്ടുകഥയല്ല, നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യമായി പോയില്ലേ? എവിടെയാണ് നമ്മുടെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യം എവിടെയാ എത്തിക്കൊണ്ടിരിക്കുന്നത്? പെറ്റ ഉമ്മയുടെ കഴുത്തറുക്കുന്ന, പണ്ടൊക്കെ അടിക്കുന്നതൊരു വലിയ വേദനയോട് കണ്ടിരുന്ന കാലമാണ്. ഇന്ന് കഴുത്തറുത്തത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ഓർക്കണം, മറ്റു സമുദായക്കാരല്ല. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അവര് വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നും അവിടുന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിലേ എന്തേ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പവറുമില്ല എന്നാണോ? മുസ്ലിമീങ്ങളെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മാ മിൻ വലദിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. ഏതെങ്കിലും ഒരു മോൻ, ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് സ്വന്തം ഉമ്മയുടെ, അത് എത്ര പ്രായമുള്ളവരാവട്ടെ ചെറിയ കുട്ടികളാവട്ടെ, അവർക്ക് തന്നെ 4-5 മക്കൾ, നമുക്ക് 4-5 മക്കളുണ്ട്, എന്നാലും നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ബാപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ മുഹമ്മദ് മുസ്തഫ
റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് ഉരുവിട്ടുപോയ വാക്കുകളാണ്. നദറ റഹ്മ, കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കുന്ന കുട്ടികൾക്ക് ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറ, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. പ്രവാസികളെ, മറന്നുപോകുന്ന ഒരു ആശയമാണിത്. മറന്നുപോകുന്ന, നമുക്ക് സാഹചര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, ആ രണ്ട് മുത്തുകളുടെ മുഖത്ത് നോക്കി ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. അതും ഏത് ഹജ്ജ്? ഹജ്ജത്തൻ മബ്റൂറ. 4 ലക്ഷം മുടക്കിയിട്ട് ഒരു ഹജ്ജ് ചെയ്തു വന്നാൽ മബ്റൂറായ ഹജ്ജ്. മബ്റൂർ എന്ന് പറഞ്ഞ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരിക. 4 ലക്ഷം മുടക്കി 8 ലക്ഷം മുടക്കിയാൽ ഒരു മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഉമ്മ ലോകത്തൊരൊറ്റ മനുഷ്യനും തർക്കല്ലല്ലോ. മുസ്ലിം സമുദായത്തിൽ ഏതെല്ലാം ചിന്താഗതിക്കാരുണ്ട്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം പറയുന്നുണ്ടോ? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, ആ രണ്ട് മുത്തുകളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കി ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന മക്കൾക്ക് ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറ, വിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഉമ്മയുടെ മഹത്വം ഞാൻ പറയേണ്ടതില്ലല്ല. ഒരു സ്വഹാബി എഴുന്നേറ്റു, യാ റസൂലല്ലാഹ്. ആ സ്വഹാബിയുടെ മനസ്സെന്തോ ആയിപ്പോയി. ഒരു നോട്ടം ബാപ്പയുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഹജ്ജ് എന്ന് കേട്ടപ്പോ ആ ബുദ്ധിമാനായ കുഞ്ഞിന്റെ മനസ്സ് പതറി. അവൻ സ്വഹാബി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഓടിച്ചെന്ന് എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? 100 പ്രാവശ്യം എന്റെ ബാപ്പയുടെ മുഖത്ത് ഞാൻ നോക്കിയാലോ? അവിടെന്ന് പറഞ്ഞു, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. ഇന്ന് ജുമുഅക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ എന്റെ ബാപ്പ വീട്ടിൽ കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, പട്ടിണിക്കാലമായിരുന്നു എന്റെ ചെറുപ്രായം. അന്ന് പട്ടിണിക്കാലമാണ്. ആ കാലത്ത് എനിക്കൊരു 10-12 വയസ്സിന്റെ ആ അവസരത്തിൽ എന്റെ ഉപ്പ കല്ല് ചുമക്കാൻ പോകും. ബാപ്പ കല്ല് ചുമന്നിട്ടാണ് എന്നെയും എന്റെ മറ്റുള്ള ചോരകളെയും വളർത്തിയത്. ഞാൻ എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയി കളിക്കും. ഞാൻ അവിടെ പോയി കളിക്കും. അപ്പോ എന്റെ ഉപ്പാക്കൊരു ഗ്ലാസ് കഹ്വ കിട്ടിയാൽ ഉപ്പ മോനെ എന്ന് വിളിക്കും. എന്റെ ബാപ്പ അല്പം കുടിച്ചുകൊണ്ട് ഒരു തുള്ളി കുടിച്ചിട്ട് എന്റെ ഉപ്പ ആ ഒരു ഗ്ലാസ് കഹ്വ എന്റെ കയ്യിലേക്ക് നൽകും. എന്റെ ഉപ്പയുടെ അരികിലിരുന്ന് ഞാൻ ആ ചായ അങ്ങനെ കുടിക്കും. അന്ന് പട്ടിണിക്കാലമാണ്, ചായക്ക് ഗതിയില്ലാത്ത കാലമാണ്. ഉച്ചക്ക് എന്റെ ഉപ്പാക്ക് കടിക്കാൻ ഒരു പിടി ഭക്ഷണം കിട്ടിയാൽ എന്റെ ബാപ്പ മോനെ നീട്ടി വിളിക്കും എന്നെ. നബിയേ, ആ ഭക്ഷണത്തിനാണ് ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഞാൻ കടിച്ചിരുന്നത്. എന്റെ ഉമ്മ എന്നെ കളിയാക്കും, നിന്റെ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയി എന്തിനാണടാ നീ കളിക്കുന്നത്? സത്യമാണ് തങ്ങളെ, യാ റസൂലല്ലാഹ്. എന്റെ ഉപ്പയുടെ അരികിൽ നിന്ന് ഒരു പിടി ഭക്ഷണം മോഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയി കളിച്ചിരുന്നത്. എന്റെ ബാപ്പ എന്നെ അടുത്തിരുത്തും. എന്റെ ഉപ്പ എന്നോട് കടിക്കാൻ പറയും. ഞാൻ വയറ് നിറയെ കടിക്കും. മതി ഉപ്പ എന്ന് പറഞ്ഞാൽ മോനെ ഒരു പിടിയും കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു പിടിയെടുത്ത് എന്റെ വായിലേക്ക് വെച്ചു തരും. എന്നിട്ട് ബാക്കിയുള്ളത് എന്റെ ഉപ്പ അവിടുന്ന് എന്റെ അരികിൽ വെച്ച് കടിക്കും. ആ ഉപ്പ ഇന്ന് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. ഓടിച്ചെന്ന് എന്റെ ബാപ്പയുടെ കവളത്തൊരു മുത്തം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ? റസൂലുള്ളാഹി പറഞ്ഞു, മോനെ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ലു സഹോദരങ്ങളെ, ഖാല റസൂലുള്ളാഹി. ബാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കുന്നവർക്ക് 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ?
അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് സ്വഹാബത്തിന്റെ മുന്നിലേക്ക് നൽകുകയാണ്. യാ റസൂലല്ലാഹ്, മാതാപിതാക്കൾ മോശമാണെങ്കിലോ? അന്ന് ചോദിച്ചു സ്വഹാബികൾ, ഓ എന്റെ ഉമറേ, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെ ലോകത്ത് പടച്ചിട്ടുള്ളൂ. അല്ലാഹു തആല 2 മുത്തുകളെ പടച്ചിട്ടുള്ളൂ. ഒന്ന് ഉമറേ, ഒന്ന് നമ്മുടെ ഉമ്മയാണ്, രണ്ടാമത്തൊരു മുത്ത് നമ്മുടെ ഉപ്പയുമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ആ തള്ളയെ ഉംറക്ക് കൊണ്ടുപോയി, ഞാൻ ആ തള്ളയെ ഹജ്ജിനും കൊണ്ടുപോയി. എന്നിട്ടും നന്ദി കെട്ടൊരു തള്ള, എന്നിട്ടും നന്ദിയില്ലാത്തൊരു തള്ള. എന്റെ അനുജാ, നിന്റെ ആഖിബത്ത് കേടുവരും. 2.5 പവൻ കൊടുത്ത ഒരു ഉംറക്ക് കൊണ്ടുപോകുക ഉമ്മയെ. അങ്ങനെ ഉമ്മയെ ഒരു ഉംറക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഞാൻ ആ തള്ളയെ ഉംറക്ക് കൊണ്ടുപോയി, എന്നിട്ടും നന്ദി കെട്ട തള്ള എന്ന് മോനെ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞോ. കാല് പിടിക്കണം ഉമ്മ, അടച്ചുകൂട്ടണം ഉമ്മയെ. കാരണം ജീവനുള്ളൊരു മനുഷ്യരെ മഹാനായ ബുഖ്തുരി തങ്ങൾ പറഞ്ഞു, മോനെ, ഓടി വന്നുകൊണ്ടൊരു മനുഷ്യന്റെ ചോദ്യം, എന്റെ ഉമ്മാനെ 60 ദിവസം ഏറ്റിക്കൊണ്ട് നടന്ന് ഞാനൊരു ഹജ്ജ് ചെയ്തു, അൽഹംദുലില്ലാഹ്. അറഫ, മിന, മുസ്ദലിഫ ഒരു നീണ്ട രംഗമാണ്. ഹാജിമാർക്ക് 2-2.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ഒരു വിഷയ. ഒരു കുട്ടി പെറ്റ ഉമ്മയെ ചുമലിലേറ്റിയിട്ട് ഹജ്ജിന് കൊണ്ടുപോയി 60 ദിവസം ഉമ്മാനെ ഏറ്റി നടന്ന് വീട്ടിലെത്തിച്ച രംഗം. മാഷാ അല്ലാഹ്, ഞാൻ ഇപ്പോൾ അതിവിടെ പറയുന്നില്ല. ആ മോനെ ഓടി വന്നുകൊണ്ട് മത്താഫിലിരിക്കുന്ന മഹത്തുക്കളോട് പറയാ, എന്റെ ഉമ്മ അൽഹംദുലില്ലാഹ് ഇന്നത്തേക്ക് 60 ദിവസമായി ഉമ്മാനെ ഇറക്കി വെച്ചിട്ടില്ല. അറഫയിലേക്ക് നടന്നിട്ട് എന്റെ ഉമ്മാനെ ഞാൻ ഏറ്റിക്കൊണ്ടാ പോയത്. ഉമ്മാ കൂലി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഉമ്മാ കൂലി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആ സമയം എന്റെ ഉമ്മ എന്റെ ചുമലിരുന്നിട്ട്, പടച്ചവനെ എന്റെ പൊന്നുമോനക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാൻ പറയും, ഉമ്മാ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അപ്പോഴും എന്റെ ഉമ്മ ദുആ ചെയ്യും, എന്റെ മോനക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഉമ്മ തൽബിയത്ത് ചൊല്ലണം, എന്റെ ഉമ്മ ചൊല്ലില്ല. എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാൻ എന്റെ ഉമ്മാനെ അറഫയിൽ കൊണ്ടുപോയി വെച്ചു. അറഫയിൽ ഇറങ്ങി വെച്ച ഉടനെ ഞാൻ ഖിബലയിലേക്ക് തിരിഞ്ഞങ്ങ് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, എന്റെ ബാപ്പയുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇതങ്ങ് കേട്ടപ്പോ ബക്കത്ത് ബുക്കാഅൻ മദീദ, ഉമ്മ കരഞ്ഞു. കൂട്ടുകാരെ, സഹോദരങ്ങളെ, ഉമ്മ കരഞ്ഞു. കരഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ മെല്ലെ തിരിഞ്ഞ് ഉമ്മയുടെ കണ്ണീരങ്ങനെ തുടച്ചിട്ട് ഒരു ചോദ്യം, എന്റെ യുവാക്കളെ, ആ മോൻ ചോദിക്ക, ഉമ്മ നിങ്ങളെ ഏറ്റി അറഫയിൽ ഞാൻ എത്തിച്ചില്ലേ? എന്റെ ഉപ്പയെ ഏറ്റിക്കൊണ്ടുവന്ന് അറഫയൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഉപ്പ മരണപ്പെട്ടല്ലോ, എന്റെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞില്ലേ? അപ്പൊ ഉമ്മാനെ ഞാൻ അറഫയിലെത്തിച്ചു. ഞാൻ ആദ്യം അറഫയിലെത്തിയ ഉടനെ എന്റെ ഉപ്പാക്കൊന്ന് ദുആ ചെയ്യുകയും ചെയ്തു. അതിൽ ഉമ്മാക്ക് വല്ല വിഷമം തോന്നിയോ? ആ ഉമ്മ മോന്റെ കൈയങ്ങ് പിടിച്ചു. സാധാ പിടുത്തമല്ല, കൽബിയായ പിടുത്തം. ആ പിടുത്തം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉപ്പാക്ക് ദുആ ചെയ്തത് അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞതല്ല. നിന്റെ ഉപ്പാക്ക് നീ ദുആ ചെയ്തപ്പോ ഒരു വലിയ പർവ്വതം, ഒരു വലിയ കല്ല് നിന്റെ ഉപ്പ തലയിലിങ്ങനെ വെച്ചിട്ട് പോകുന്നത് ഞാൻ അറഫയിൽ കണ്ടു മോനെ. അന്ന് നീ എന്റെ വയറ്റിലാണ്. ഈ ഉമ്മ പറയാ, അറഫ മണ്ണിൽ വെച്ച്, അന്ന് നീ എന്റെ വയറ്റിലാണ്. കരളെ, നീ എന്റെ വയറ്റിൽ 5 or 6 മാസമായിട്ടുണ്ട്. നിന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണത്തിന് ഒരു പിടി ഭക്ഷണവുമായി ഞാൻ പോയി. ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? നിന്റെ ഉപ്പ ഒരു വലിയ കല്ല് ചുമക്കുന്നു. ഉപ്പാക്ക് ചുമക്കാൻ ഒരുങ്ങിയിട്ട് കഴിയുന്നില്ല. നിന്റെ ഉപ്പ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കല്ല് ചുമന്നിട്ടാണ് എന്നെയും നിന്നെയും നിന്റെ വാപ്പ വളർത്തിയത്. അങ്ങനെ വാപ്പ ഇങ്ങനെ കല്ല് പൊക്കിയപ്പോ പൊങ്ങുന്നില്ല. നിന്റെ ഉപ്പയുടെ കഷ്ടപ്പാട് കണ്ടപ്പോ, മോനെ
എൻ്റെ കയ്യിലുള്ള ആ ഭക്ഷണപാത്രം ഒരു ഭാഗത്ത് വെച്ച് ഞാൻ അങ്ങ് ഓടിച്ചെന്നു. എന്നിട്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ ചുമക്കുന്ന ആ പൊക്കുന്ന ആ കല്ലൊന്ന് സഹായിച്ചു കൊടുക്കാൻ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി ഒന്ന് കൈവച്ചപ്പോ എൻ്റെ ബാപ്പ പറഞ്ഞു, മാറിയിരിക്കടി, എൻ്റെ ഒരു ചോരക്കുഞ്ഞല്ലേ നിന്റെ വയറ്റിലുള്ളത്. മോനെ, നീ എൻ്റെ വയറ്റിലുള്ളത് കൊണ്ട് നിന്റെ ഉപ്പ ആ കല്ല് തൊടാൻ പോലും സമ്മതിച്ചില്ല എന്നെ. അങ്ങനെ ഞാൻ വിട്ടുനിന്നു. നിന്റെ ഉപ്പ വല്ലാതെ കഷ്ടപ്പെട്ട് ആ കല്ല് ചുമന്നു. എന്നിട്ട് പറഞ്ഞു, നീ എവിടെ ഇരിക്ക്, ഞാനിത് കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് വരാം. മോനെ, നിന്റെ ഉപ്പ കല്ലുമായി അങ്ങനെ പോകുന്നത് അറഫയിൽ വെച്ച് ഞാൻ കണ്ടു. നീ നിന്റെ ഉപ്പാക്ക് ദുആ ചെയ്തപ്പോ ഞാൻ അത് ഓർത്തപ്പോ കരഞ്ഞതാണ്. ഈ ഉമ്മാനെ നീ മറന്നാലും ജീവിതത്തിൽ ഒരു കാലത്തും നിന്റെ ഉപ്പയെ നീ മറക്കരുത്, നിന്റെ ഉപ്പയെ നീ മറക്കരുത്. ഞാൻ നിന്റെ ഉപ്പയുടെ ആ കല്ല് ചുമന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോ ഞാൻ അങ്ങ് കരഞ്ഞുപോയതാണ്. ഇരിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, ആ ഉമ്മയെ, അതൊരു വല്ലാത്ത കൽബ് പൊട്ടുന്ന ആശയ. ആ ഉമ്മയെ വീണ്ടും ചുമന്ന് മത്താഫിലെത്തി, എല്ലാം കടിച്ചു. അങ്ങനെ മഹാന്മാരോട് ചോദിക്കുകയാണ്, യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ. മത്താഫിൽ ഇരിക്കുന്ന മഹത്തുക്കളുടെ ചാരത്ത് വന്നുകൊണ്ട് സാധുവായ ഉമ്മയെ ഇറക്കി വെച്ച ആ മകന്റെ ചോദ്യം, ഓ തങ്ങളെ, യാ ഇമാമുൽ മുത്തഖീൻ, അല്ലയോ തങ്ങളെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എന്റെ ഉമ്മയെ ഏറ്റി നടന്ന് 60 ദിവസം കൊണ്ട് നടന്ന് ഒരു ഹജ്ജ് ഞാൻ ചെയ്യിപ്പിച്ചു. എന്റെ ഉമ്മാക്കൊരു വിഷമുണ്ടായിട്ടില്ല. ഒരു ബാത്റൂമിലല്ലാതെ എൻ്റെ ഉമ്മാനെ ഇറക്കി വെക്കാറുമില്ല. ഞാൻ അങ്ങോട്ട് നടത്തിക്കുന്നതല്ലാതെ മറ്റൊരു ഭാഗം അതിൻ്റെ തോളിലായിരിക്കും. അൽഹംദുലില്ലാ തങ്ങളെ, സബാനിയാക്കളായ മലായിക്കത്ത് ഖാലൽ ജലീലു ഖുദൂഹു യാ മലായിക്കത്തി, മലക്കുകൾ എന്നെ നരകത്തിലേക്ക് വലിക്കുമ്പോ ആ സമയത്ത് എനിക്കൊരു വാക്ക് പറഞ്ഞുകൂടെ? മലക്കുകളെ, ഒരു ഉമ്മയെ 60 ദിവസം ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്ത ഒരു കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞ് ആ മലായിക്കത്തിന്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടെ? ലാ യാ ശബാബ്, മോനെ, നീ 60 ദിവസമല്ല 60 കൊല്ലം നിന്റെ ഉമ്മയെ ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്താലും ഉമ്മാക്കൊരു ചെറിയ നന്മ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ മനുഷ്യാതിന്റെ ജീവിതകാലത്ത് നിനക്ക് കഴിയില്ല. കാരണം മൂർച്ചയുള്ളൊരു കത്തി ഞാൻ കൊണ്ടുവന്നു. മഹാന്മാർ ചോദിക്കുകയാണ്, എന്നിട്ട് ഈ നിൽക്കുന്ന നിന്റെ ശരീരത്തിലെ വാരിയെല്ലുകൾ, നിന്റെ നെഞ്ചത്തുള്ള ചെറിയ ചെറിയ എല്ലുകൾ ആ കത്തി കൊണ്ട് മുറിച്ചു മാറ്റിയാൽ മോനെ നിന്റെ വേദന എത്രയായിരിക്കും? മാത്രമല്ല നിന്റെ ആ എല്ലുകൾ മുറിച്ചു മാറ്റുമ്പോ അതോടുകൂടെ നിന്റെ നരമ്പുകൾ ഞങ്ങൾ വലിച്ചെടുക്കുന്നത് കണ്ടാൽ കരളേ, നിന്റെ വേദന എത്രയാണ് മോനെ? അതിനേക്കാളും വലിയ വേദനയാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ സഹിച്ചു പോയത്. നീ 60 കൊല്ലമല്ലടോ, നീ 60 കൊല്ലം ഏറ്റി നടന്നാലും ഉമ്മാക്കൊരു നന്മ ചെയ്തു കൊടുത്തു എന്ന് ഈ ഭൂമിയിൽ വെച്ച് പറയാൻ ഒരു കുട്ടിക്കും കഴിയുകയില്ല. ആ തള്ളനെ ഹജ്ജിന് കൊണ്ടുപോയിട്ടും ആ തള്ളനെ ഉംറക്ക് കൊണ്ടുപോയിട്ടും നന്ദിയില്ലാത്ത തള്ള. ചില പ്രവാസികളായ സഹോദരങ്ങളുടെ വാക്കുകളാണ് സുഹൃത്തെ ഞാൻ പറയുന്നത്, സ്നേഹിത ഞാൻ പറയുന്നത്. നെഞ്ച് പിടക്കേണ്ടി വരും. നമ്മുടെ നാവ് കൊണ്ടെങ്ങാനും നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഒരു ചെറിയ ഭൗതിക സൗകര്യത്തിന് ചെയ്തു കൊടുത്താൽ ആ ഉമ്മയെക്കുറിച്ച് പദം പ്രയോഗിച്ചോ, കാല് പിടിച്ചില്ലേ, ഇവിടെയും രക്ഷപ്പെടില്ല, നാട്ടിലും രക്ഷപ്പെടില്ല. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉമ്മയുടെ ഉപ്പയുടെ മാഷാ അല്ലാ കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളാണ്. ഒന്ന് ഉമ്മയും ബാപ്പയും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് കാലത്താണ് സഹോദരങ്ങളെ നാം ഈ പ്രസംഗം നടത്തുന്നത്? സ്വന്തം ഉമ്മയെ അറുത്ത അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണിച്ചു തരണേ റഹ്മാനെ. ഉമ്മാനെ അറുക്കുന്ന എവിടെയാ നമ്മുടെ മലയാളം എന്നെത്തിപ്പോയത്?
ഉമ്മയെ അറുക്കുക എന്ന് പറഞ്ഞ എന്താണ് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ? നോക്കൂ നിങ്ങൾ, ഒരു സഹോദരന് ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ച രംഗം. ഒരു പ്രവാസിയായ സഹോദരനാണ്. 20-25 കൊല്ലം പാടുപെട്ട് അവൻ നിർമ്മിച്ചതൊരു നല്ല കൊട്ടാരം പോലെയുള്ളൊരു വീടെടുത്തു. അങ്ങനെ വീടെടുത്തിട്ട് വൈകുന്നേരം ആ സഹോദരൻ വീട്ടിലേക്ക് വരുമ്പോ അയാളെ ഭാര്യ എന്തോന്ന് പറഞ്ഞുപോയി. 4 മനുഷ്യൻ വരുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഉമ്മ മൂത്രമൊഴിച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. ഈ പെണ്ണെ അത് മറിച്ചു പറഞ്ഞാലോ, നമ്മുടെ ഉമ്മ പാവമാണ്, 75 വയസ്സുള്ള ഉമ്മ. സഹോദരങ്ങളെ, എൻ്റെ ഈ നേതൃത്വത്തെ ഇരുത്തി ഞാനൊരു കഥയല്ല, മലയാള മണ്ണിൽ നടന്ന ഒരു വാക്യാത്തി ഞാൻ പറയാം, ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. ഒരു ഉമ്മ 75 ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്തൊരു തള്ളയാണ്. ആ ഉമ്മയുടെ കൈ കൊണ്ട് ആ നാട്ടിൽ കാലുകുത്തിയ ഒരു ഉസ്താദ് ചായ കുടിക്കാതെ പോകില്ല. അങ്ങനത്തെ ഒരു ഉമ്മ. പക്ഷെ ചുമ കൂടി, നല്ല ചുമച്ച് അറിയാതെ മൂത്രൊഴിച്ചു. നമുക്ക് ആഫിയത്ത് പോയാൽ നമ്മൾ കാഷ്ടിക്കുന്നയും അറിയാതെ മൂത്രൊഴിച്ചപ്പോ സ്വാഭാവികമായും ഈ പെണ്ണ് പറയ ഭർത്താവിനോട്, നമ്മുടെ ഉമ്മ പാവമാണ്, നിങ്ങൾ പോയത് മുതൽ ഉമ്മ ചുമക്കാൻ തുടങ്ങിയതാ, നമ്മുടെ ഉമ്മ ചുമച്ച് മൂത്രൊഴിച്ചു എന്ന് പറഞ്ഞാ ആ മനുഷ്യൻ ചെന്ന് ഉമ്മാനെ അടച്ചു വിട്ടൂലേന്ന്. ഈ പെണ്ണിന്റെ വാക്ക് പോലെയാണ് നമ്മുടെ ചില വാക്കുകൾ, പ്രവൃത്തികൾ. അള്ളാഹു കാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാല്, വേണമെങ്കിൽ ആമീൻ പറഞ്ഞാല്. അള്ളാഹു തആല കാക്കട്ടെ. പെണ്ണിന്റെ വാക്ക് പോലെ. പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് പറയുന്നില്ല, സ്നേഹ ദമ്പതികൾ തിങ്കളാഴ്ച ഒരു ക്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാനത് അങ്ങോട്ട് നീട്ടുകയാണ്, ലുലു പാർക്കിൽ. അപ്പൊ ഇന്ന് ഞാനത് പറയുന്നില്ല. പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ്. വെടക്കായാലോ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അരക്കൈക്ക് പറ്റൂല. അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ പറഞ്ഞോളി. ഞാന് ഒരു സ്ഥലത്ത് കഴിഞ്ഞ 2 വർഷമായി തോന്നുന്നു ഒരു ബഅദിന് പോവുക. അപ്പൊ എന്നെ ബഅദിന് ക്ഷണിച്ച ഒരാളെ കാണുന്നില്ല. ബഅദിന് ഇന്ന് പി ഉസ്താദ് പറഞ്ഞു നോക്കുമ്പോ ഞാൻ ഇപ്പൊ ആകെ തമിഴ്നാട്ടിലായി പോയിട്ടുണ്ട്. ഞാൻ അവിടെ ദർശനത്തി ഇപ്പൊ 5 ദിവസത്തെ ബഅദ് തുടക്കിയതും ഇവിടെ വരുമ്പോ നമ്മളെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞൊക്കെ മലയാളികൾ തന്നെ. ഉസ്താദ് ഊട്ടിയിലൊരു പള്ളി എടുത്തിട്ട് 2 കലിമ തമിഴില് ഒരു വാക്ക് വരാൻ പറയും, ഓടിപ്പോയ ആളാണ് ഞാൻ. പിന്നെ സ്റ്റേജിലേ അവിടെ ഉണ്ടായിട്ടില്ല. അത് നമ്മളെ ആയുസ്സുകാലം മുഴുവൻ ഇങ്ങനെ തന്നെ. പിന്നെ ദേവർശോല എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണ്. അവിടെ ഇപ്പൊ പോയി താമസം ദിവസമൊക്കെ കേട്ടാക്കിയതാണ്. അപ്പൊ ഏതായാലാട്ടോ പി ഉസ്താദിന്റെ കേട്ടപ്പോ ഞാൻ ആകെ ഒരു തമിഴിനായിട്ടുണ്ടല്ല. അങ്ങനല്ല, ആയുസ്സുകാലം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഏതായാലും ഞാൻ പറയുന്നതേ, അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞറിയാം, ഞാൻ ഇടക്കിടക്ക് നമ്മുടെ മലബാർ എന്നൊക്കെ പറയുമ്പോ നിങ്ങളെന്താ ഞങ്ങളെ ആക്ഷേപിക്കുക അങ്ങനത്തെ തോന്നി, ഒക്കെ നമ്മൾ തന്നെ അതിനപ്പോ ഈ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലേ ബഅദിനെ ക്ഷണിച്ച ആളെ കാണുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ചോദിച്ചു, എവിടെ ഫുലാൻ ബിൻ ഫുലാൻ എവിടെ ചോദിച്ചു. അപ്പൊ ആ വീട്ടുകാര് പറയാ, ഉസ്താദ് അയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, മൂക്ക് അങ്ങനെ ഞാൻ ആൾ വിളിച്ചല്ല എന്നെ, പൊട്ടിയത് ഇന്നലെയാണ് ഉസ്താദയാണ്. അപ്പൊ എങ്ങനെ പൊട്ടിയത്? അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ്. നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടോണ്, ഭാര്യ അടിച്ചിട്ട് പൊട്ടിയതാണ്. ഞാൻ എൻ്റെ നാട്ടില് ഒരു കാട് കയറി പ്രസംഗം നടത്തുകയാണ്. ഞാൻ 2 ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടു. ആ കുട്ടികളെ വിളിച്ചിട്ടാണ്, മക്കളെ നിങ്ങൾ ആ താത്താനോട് പോയിട്ട്, അവിടുത്തെ ഭാഷ ഏട്ടാ, ആ താത്താനോട് പോയിട്ട് ചോദിക്കോ നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചത്, കുട്ടികളല്ലേന്ന്. ഹബീബെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടല്ലല്ല മനസ്ത. ഈ കുട്ടി 2 മക്കൾ ഓടിച്ചെന്നിട്ട് പറയാ, താത്താ നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്ന് ആ ബാദിനൊന്ന് ഉസ്താദാ ചോദിക്കണം. ഈ കുട്ടികൾക്ക് അപ്പുറപ്പുറൊന്നും ഇല്ലല്ലാന്ന്. അപ്പൊ താത്ത പറയാ, മക്കളെ കൂർക്കമ്പരി കുറച്ച് ഓവറാ, ഉറക്ക് കിട്ടണില്ല. അപ്പൊ വല്ലാതെ ഓവറായപ്പോ ഒന്നങ്ങ് കൊടുത്തതാണ്. കൂർക്കമ്പലി തിരിഞ്ഞ ഇതിന് പല നാട്ടിലും പല ശൈലിയക്കാരാ. കൂർക്കമ്പലി ഓവറായപ്പോ ഒന്ന് കൊടുത്തു. നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോഴേ ഭാര്യയുടെ കൂടെ കിടക്കേണ്ട അവസരം വരുമ്പോ രാത്രി കുറിച്ച് ചോദി കിടന്നോളി, എപ്പടാ കിട്ടുക, എവിടുക്കാ കിട്ടുക. ഞാൻ നാട്ടിലാണെങ്കിൽ കുറച്ച് ശക്തിയിൽ തന്നെ പറയും, തിങ്കളാഴ്ച ഒന്ന് ശക്തി ഞാൻ പറയത്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ
പണ്ടത്തെ പോലെ ഒന്നും ഇപ്പം അടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാട്ടൂർ ഭാഗത്തൊരു പ്രസംഗത്തിന് പോയപ്പോഴേ അവിടെ ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരടിക്കല്, പുരുഷന്മാർ സ്ത്രീകളടിക്കല്, അവർ വയസ്സായ ആചാര് ഉസ്താദെ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. അള്ളാഹു ആയാലും ഞാൻ സംഭവപ്പോ ഇപ്പൊ നോക്കിങ്ങള് സംഭവപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ വിഷയമൊക്കെ ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. അല്ലാഹു തആല കാക്കട്ടെ. ഒരു പെണ്ണൊക്കെ അടിച്ചിട്ട് അതും കൊണ്ടിങ്ങനെ നടക്കുക, പള്ളിക്കാട്ട് പോയി കിടക്കുക നല്ലത്. ഭാര്യയുടെ അടി കൊണ്ടിട്ടേ നഊദു ബില്ലാ. ഏതായാലാവട്ടെ, ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇപ്പം ഗൾഫിലുള്ള പ്രസംഗമാണെങ്കിൽ പ്രവാസികളുടെ മുന്നിലാണെങ്കിൽ കേരളത്തിലെ 16 ജില്ലയും അതിന് പുറത്തുള്ളവരുണ്ടാവും. മംഗലാപുരം ഭാഗത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പല നാട്ടിലും പല ഭാഷയെക്കാരും. കൊല്ലത്ത് ഞാനൊരു വാതിന് പോയി, നമ്മുടെ കൊല്ലം ജില്ലയിൽ. മൂപ്പര് ഉറങ്ങുന്നുണ്ടല്ല, ആളകെട്ട ഹാലളകിലേ മൂപ്പര് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തെങ്ങി വരുന്ന ആൾക്ക് പറയുന്ന പേരാത്ര മൂപ്പര്. ഞാൻ പറഞ്ഞ ആചാര്യ നിങ്ങൾ പൊരുത്തപ്പെടണട്ടാർ, നിങ്ങൾ പൊരുത്തപ്പെടണമെന്നാണ്. ഞാൻ പൊരുത്തപ്പെടിച്ചു വന്നു. ഒരേ നാട്ടുഭാഷ അല്ലേ. ഇന്നും എൻ്റെ വിഷമം തീർന്നിട്ടില്ല, കുറേ വർഷമായി. ഇപ്പോഴും ചില സ്ഥലത്ത് നിന്ന് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും നിങ്ങൾ പൊരുത്തപ്പെടണട്ടാറ്. ഞാൻ ഇപ്പം ഈ അടുത്ത് പോയിരുന്നു, പിന്നെ മംഗലാപുരത്തുനിന്ന് ഉടുപ്പി ജില്ലയിൽ കുറേ പോകണുള്ളിൽ ഉടുപ്പി ജില്ല. അവിടെ ചെന്നിട്ട് ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദ് അന്നിങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെടണട്ടാറ്. ഞാൻ പൊരുത്തപ്പിടിച്ചടക്കല. അപ്പം എന്താ നിങ്ങൾ, കുറേ വർഷം മുമ്പാ ഞാൻ മംഗലാപുരം ഭാഗത്തൊരു വാതിന് പോയി. അപ്പോൾ അവിടെ 2-2:30 മണിയായി കഴിഞ്ഞാൽ രാത്രിയായി, സമയമായിട്ടില്ല. ഇവിടെ ഇപ്പം അതൊരു പ്രശ്നമായി തോന്നൂല. അവിടെ 2-2:30 മണിയായി കഴിഞ്ഞാൽ സമയമായിട്ടില്ല. അങ്ങനെ ഒരു 2:30-3 മണിക്ക് ദുആ ചെയ്യാൻ, പടച്ചവനെ പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. നമ്മൾ വലിയ ഖിലാസിൽ ദ്വാരക്കുക, കൂട്ടച്ചിരിയുന്നു. ഇപ്പം ഞാൻ ദ്വാരക്കുമ്പോൾ എല്ലാവരും, ഇപ്പം ഇവിടെ ദ്വാരക്കുമ്പോൾ നിങ്ങൾ ചിരിച്ച അങ്ങനെ ഉണ്ടാവും, എല്ലാവരും ചിരിക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇതെന്താ ഉസ്താദ് എല്ലാവരും ചിരിക്കണേ? അത് നമുക്ക് ഇങ്ങനെ നട്ടപ്പാതരക്കുള്ള ദ്വാരണേ, ഇതെന്താ ഉസ്താദ് എല്ലാവരും ചിരിക്കണേ ചോദിച്ചു. അപ്പോൾ ആ ഉസ്താദ് എന്നോട് പറയാ, ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൻ്റെ പേരാണ് ഉസ്താദേ. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യക്ക് ഇവിടെ എന്താ പറയാ? ഇവിടെ പെരിച്ചായി എന്നാ പറയാറ്. അപ്പൊ ഞാനങ്ങ് തുറന്നെടുത്തില്ല, പടച്ചവരെ പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, പെരിച്ചായികൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞാനങ്ങ് വിളിച്ചു 10 പെരിച്ചായി. നമ്മളെ നാട്ടിൽ വിളിച്ച പുറംപൊളിയിലേ. അപ്പൊ ഒരു വയസ്സായ ഉസ്താദെ പെരിച്ചായി അല്ല പെഞ്ഞായി ആണ്. ഞാൻ പറയാം എല്ലായും കണക്ക് പറ്റിപ്പോയില്ലേന്ന്. കട്ടകാലത്തിന് CD ഇറങ്ങിയെന്ന്. പിന്നെ എനിക്ക് ആ CD ഒരു വിധ സ്ഥലത്തൊക്കെ എത്തി. അപ്പം എല്ലാവരോടും ഞാൻ പൊരുത്തപ്പെടിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാടാ മംഗലാപുരം ഏരിയ. കാരണം ആശിക്കീങ്ങളാണ്, വല്ലാതെ മഹബത്ത് വെക്കുന്നൊരു ഭാഗം. ഒരു പടി സ്ഥലത്ത് വാതിന് പോയിട്ടുണ്ടല്ല, പക്ഷെ മംഗലാപുരം ഭാഗത്തങ്ങ് പോയാൽ ഇഷ്ക് കുറച്ച് കൂടും. അപ്പം ഞാൻ അവരെ കുറെ തമാശയാക്കാറുണ്ട്, ഇത് ഞാൻ അവരോട് പൊരുത്തപ്പെടിക്കാറുണ്ട്. അപ്പം നാട്ടുഭാഷയാണ്, നിങ്ങളൊന്നും ഒരു വെറുപ്പും വിചാരിക്കരുത്. ഞാൻ ഇവിടെ കിടക്കുന്ന ഒരുത്തനാണ്, ഏതെങ്കിലുമൊക്കെ സംസാരത്തിൽ വല്ലതും വന്നാൽ നിങ്ങളതിലൊരു വെറുപ്പൊന്നും ഉണ്ടാവരുത്. ഏതായാലാവട്ടെ സഹോദരങ്ങളെ, ഈ പെണ്ണ്, നിങ്ങൾ വിഷയം മറന്നിട്ടില്ലല്ല, ഈ പെണ്ണ് 4 മനുഷ്യൻകാര് വരുന്നോടെ തന്നെ നിങ്ങളൊമ്മ മൂത്രൊച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. ഈ ബെടക്ക് പിടിച്ച പെണ്ണുണ്ടല്ലോ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആ പെണ്ണിന്റെ വാക്കങ്ങ് കേട്ട് അവനങ്ങ് പോയി. എൻ്റെ ഈ ഉസ്താദുമാർ, എൻ്റെ ഈ നേതൃത്വത്തിന്റെ മുന്നിൽ കഥയല്ല. ഈ പോയ വ്യക്തി എനിക്കറിയാം, അവന്റെ ഉമ്മാനെ എനിക്കറിയാം. ഞാൻ പരിചയമുള്ളൊരു തള്ളയാണ്. ആ തള്ള കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവനങ്ങ് ചെന്നിട്ട് ഇതെന്താണ് ഉമ്മാൻ, ഉമ്മാനോട് ചോദിക്കാണ്, ഇതെന്താണ് ഉമ്മാൻ? അപ്പൊ ആ ഉമ്മ പറഞ്ഞത്, മോനെ എനിക്ക് വയ്യടാ, നീ പോയത് മുതൽ ഞാൻ ചുമക്കാൻ തുടങ്ങിയതാണ്. ചുമച്ചപ്പോ അറിയാതെ ഞാൻ മൂത്രമൊഴിച്ചു മോനെ. ഞാൻ മൂത്രമൊഴിച്ചു എന്നങ്ങ് പറയില്ല, ഒരൊറ്റടി ഉമ്മാന്റെ മുഖത്ത്. എടാ, നിന്റെ കൈ പുടുക്കളരിക്കൂലേ? നിന്റെ കൈ പുടുക്കളരിക്കില്ലേ? ദുർഗന്ധം കൊണ്ട്, നാറ്റം കൊണ്ട്, നിന്റെ കയ്യിലൊടുകുന്ന നാറ്റം കൊണ്ട് നിന്റെ പെണ്ണ് നിന്റെ അരികിൽ നിന്ന് ഓടിക്കളയില്ലേ? നിന്റെ അമ്മായിമ്മ ഓടിക്കളയില്ലേ? നിന്റെ മറ്റു മക്കൾ വരെ ഓടിക്കളയില്ലേ? ആരുടെ മുഖത്താണ് മോനെ നീ കൈവച്ചത്? നിന്റെ സാധുവായ ഉമ്മയുടെ മുഖത്തോ? നിന്റെ പാവപ്പെട്ട ഉമ്മയുടെ മുഖത്തോ? ഈ ഭൂമിയിലെങ്ങാനും ഉമ്മയുടെ മുഖത്ത് കൈവെക്കണ്ട. മാതാവിന്റെ പിതാവിന്റെ മുഖത്ത് ഒന്ന് വിരൽ ചൂണ്ടിപ്പോയിട്ട് ആ സാധുക്കളുടെ കണ്ണിൽ ഒരു തുള്ളി വെള്ളം ഒഴുകിപ്പോയാൽ
ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അവരെ മൂത്രത്തിലിട്ട് പൊരിച്ചു കളയാതെ റബ്ബ് മരിപ്പിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മ, ഞാനിത് ഈ മുഖത്തടിച്ചത് വല്ലാത്ത വിഷമം പിടിച്ച് കുറെ വാള് പറഞ്ഞിരുന്നു. ഇപ്പോഴാ 2 ദിവസം മുമ്പ് ഉമ്മാന്റെ കടുത്തറുത്തത് കേൾക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ആ മുത്തുകൾക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, അരുത്, എന്തായാലും ശരി, ഏത് രൂപത്തിലാവട്ടെ, യാ റസൂലല്ലാഹ്, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ നബിയേ, വഇൻ ലലമാ, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകള് അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ളൂ. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ മുത്ത് നമ്മുടെ ഉപ്പയുമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അഭിവന്ദരായ ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ അനുജ, മദീന പൂന്തോപ്പിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖിന്റെ നാവിലൂടെ വന്ന വാക്കുകളാണ്. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഈ വഅദ് പറയുന്ന മുസ്ലിയാരെങ്ങാനും എന്റെ ഉമ്മയേക്കാൾ ഒരു ചെറിയ സ്ഥാനം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ, ഞാൻ കഷ്ടപ്പെട്ട് ആരുടെ സഹായമില്ലാതെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ വീടാണ്, പക്ഷേ ആ വീട്ടിലെങ്ങാനും എന്റെ ഉമ്മയെക്കാളും ചെറിയ സ്ഥാനം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തുപോയാൽ, നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ, ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോൾ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ മാതാപിതാക്കളെക്കാൾ ഭാര്യമാർക്ക് ചെറിയ സ്ഥാനം കൊടുക്കുന്ന എത്ര നല്ല ആബിദാണെങ്കിലും, കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച ഹാജിയാണെങ്കിലും, പ്രവാസികളായ ചോരകളെ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ ശാപത്തിന്റെ ഉടമയാൻ, ലഅനത്തിന്റെ ഉടമയാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ, നാമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും തേട്ടി വരുന്ന ഒരാശയമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഭാര്യയുമൊക്കെ, എനിക്ക് എൻ്റെ ഭാര്യമക്കൾ, ആ തള്ളയോടുള്ള ഒരു വല്ലാത്ത അറപ്പ്, ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, എൻ്റെ അനുജന്മാരെ, ആ നാട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആ തള്ള, ഞാൻ ആ പച്ച മലയാളത്തിൽ പറയട്ടെ, ആ തള്ള എൻ്റെ മോൻക്ക് നീ ബർക്കത്ത് കൊടുക്കെന്ന് പറഞ്ഞാൽ, ആ ഒരു വാക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പൊന്നാണ്. നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു മുത്താണത്. അതുകൊണ്ട് തന്നെ എന്തോ ആവട്ടെ, കാരണങ്ങളൊക്കെ പലതും പറയാം, പ്രശ്നങ്ങളൊക്കെ പലതും പറയാം. നോക്ക്, നിങ്ങൾ ഈ 5 കൊല്ലം, എൻ്റെ ഓർമ്മയിൽ അജ്മാൻ എന്നാ തോന്നുന്നത്, ആ കുട്ടി എന്നോട് പറഞ്ഞത്, 5 കൊല്ലം ഗൾഫിൽ നിന്ന് ആ സഹോദരൻ കഷ്ടപ്പെട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. വരുന്ന സമയത്തെ ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ അജ്മാനിലേക്ക് വരുമ്പോ അവന്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട് കാണുന്നത്. മോനെ, എയർപോർട്ടിൽ വെച്ചിട്ട് ഉപ്പ പറയാണ്, നീ ചിലപ്പോ തിരിച്ചു വരുമ്പോ ഞാൻ മരിച്ചു കാണും, ഞാൻ രോഗിയല്ല മോനെ, ഈ 3 പെൺകുട്ടികൾ നിന്റെ പെങ്ങന്മാരാണ്. ഉപ്പല്ലാത്തൊരു വിഷമം ഈ കുട്ടികൾക്ക് നീ ഉണ്ടാക്കരുത് കേട്ടാ. ആ സഹോദരൻ പറയാ, എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, വഅദിന്റെ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ കുട്ടി ഒരു ചെറിയ എഴുത്ത് വന്നു. ആ എഴുത്ത് ഒരു ചെറിയ കവറിൽ നല്ലൊരു തുകയും. അപ്പൊ എന്താ എഴുത്തിലുള്ളതറിയോ? മരിക്കുന്നതിന് മുമ്പ്, സുബ്ഹിയുടെ മുമ്പ് മരിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രഭാഷണത്തിൽ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായ? സുബ്ഹിയുടെ മുമ്പ് ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ അതിന് നേർച്ചയാക്കിയിരിക്കുകയാണ്. ഒരുപാട് നേർച്ച കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ മരിക്കാൻ വേണ്ടിയുള്ള നേർച്ച ഞാൻ അന്നാ കേൾക്കുന്നത്. അപ്പൊ ഞാൻ അവരോട്, എൻ്റെ ഒരു അനുജന്റെ പ്രായമല്ല, ഞാൻ അവരോട് പറഞ്ഞു, മോനെ, നിന്നൊന്ന് കാണാൻ കേട്ടാ,
വഅദ് കഴിഞ്ഞവരെ വിളിച്ചു, കുറെ തമാശ പറഞ്ഞു നോക്കി, തമാശ ഒന്നും അവന് പിടിക്കുന്നില്ല. എന്ത് തമാശന്ന്? അപ്പൊ അവനോട് ഞാൻ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് നിന്റെ പ്രശ്നം പറയും. 4 ആള് കൂടുന്ന സ്ഥലത്ത് വെച്ച്, സദസ്സിൽ വെച്ച്, മോനെ നീ എൻ്റെ ഒരു അനുജനാണ്, നിനക്ക് വേണ്ടി ഞാൻ നല്ല ദുആ ചെയ്യും. നീ എത്ര ചെറുപ്പക്കാരാ കൽബ് പൊട്ടി നടക്കുന്നത്, നിനക്ക് ഞാൻ ദുആ, നിന്റെ വിഷമം എന്താ പറയും. അപ്പൊ അവനോട് പറയാ, ഈ സംഭവം എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, 3 പെങ്ങളെ മറക്കരുത് ഉസ്താദെ. ഞാൻ ഗൾഫിലെത്തിയ ഉടനെ എൻ്റെ ഉപ്പ മരിച്ചു. പിന്നെ എൻ്റെ 3 സഹോദരിമാർക്കൊരു കല്യാണം ശരിയാവണം, ഒരു വഴിയില്ല. 3 പേരെ ഞാൻ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ കരകയറ്റി അതിനുള്ള എല്ലാ ചെലവും ഞാൻ ഗൾഫിൽ ഗ്യാസും കുറ്റി ഏറ്റി നടന്നിട്ട് അവരെ ഞാൻ കെട്ടിച്ചത്. അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ അവരൊക്കെ കെട്ടിച്ചപ്പോഴേക്ക് 5-6 കൊല്ലായി, നാട് കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ മോന്, ഉപ്പാ ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു ഉപ്പാ. ഏത് കുഞ്ഞാറിയോ? ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ്. ഉപ്പാ ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, ഉപ്പ വരുമ്പോ എനിക്ക് നല്ലൊരു ബാഗ് കൊണ്ടുവരണം കേട്ടാ. ഈ മോന് വിളിച്ചു പറയാ, ആ മോനൊന്ന് അണച്ചു വിട്ടണ്ടേന്ന്. ഇയാൾ എന്നോട് പറയാ, ഞാൻ നാട്ടിലേക്ക് ചെന്നു, എൻ്റെ മോൻ എൻ്റെ ഉമ്മാനെ കാണാൻ. പക്ഷേ എൻ്റെ ഉമ്മ ഹയാത്തിലുണ്ട്. എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോ എൻ്റെ ഉമ്മ എയർപോർട്ടിലില്ല. എൻ്റെ ഒരു ആശ, ഉമ്മ വരുമല്ലോ. അങ്ങനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 5-6 കൊല്ലം കഴിഞ്ഞിട്ടേ ഉമ്മല്ല. എന്നെ നോക്കുമ്പോ 3 പെങ്ങന്മാര്, അളിയന്മാരടക്കം അവിടെ വരുന്നൊക്കെ കരുതിയത്. ഇവനോട് പറയാ, ഉസ്താദെ ആരും വന്നില്ല. എൻ്റെ ഭാര്യ, എൻ്റെ മോനുണ്ട് ഇങ്ങനെ കൈപ്പിടിച്ച്, മോൻ്റെ കൈപ്പിടിച്ച് എൻ്റെ ഭാര്യ നിൽക്കുന്നപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മ എവിടെയാ? അപ്പൊ എൻ്റെ പെണ്ണ് പറഞ്ഞു, ഉമ്മയും വന്നില്ല, ആരും വന്നില്ല. എൻ്റെ പെണ്ണ് വല്ലാത്ത കരച്ചില്. ഞാൻ ചെന്നു, നേരെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാന്നങ്ങ് വിളിച്ചപ്പോ എൻ്റെ ഉമ്മ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഉസ്താദെ ഞാൻ ഇന്നലത്തേക്ക് 6 മാസം, നാളത്തേക്ക് 6 മാസം തികയാണ്. ഇന്നലെ ഞാൻ ചെന്നു, എൻ്റെ ഉമ്മ എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. ഇന്നലെ എൻ്റെ അടുക്കളയിൽ, ഉമ്മയുടെ അടുക്കളയിൽ, ഉമ്മ ഇരിക്കുന്ന അടുക്കളയിൽ ഞാൻ ചെന്നിട്ട്, ഉമ്മ ഞാൻ മറ്റന്നാൾ പോവുകയാണ് ഉമ്മ. എൻ്റെ ഉമ്മ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ മരിക്കാൻ വേണ്ടി നേർച്ചയായിരിക്കാം. ഇനി നാളെ ഗൾഫിൽ പോകരുത്, അപ്പോഴേക്ക് ഞാൻ മരിക്കണം. എത്രയാണ് എൻ്റെ യുവാക്കളെ അത് പറഞ്ഞ. ഞാൻ ആ ഗൾഫിലുള്ള കൽബ് പൊട്ടിയ യുവാക്കളെ കുറിച്ച് വല്ലാതെ വാഴ്ന്നു പറഞ്ഞ് സീഡിയൊരുക്കരുത്തനാ. ഞാനിപ്പോ അത് ഒരു സൂചന പറഞ്ഞതാണ്. ഏതായാലാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കാണുമ്പോ ഉമ്മയും വേണ്ട, ബാപ്പയും വേണ്ട, തൊലയലാ നല്ലത് തോന്നിപ്പോകല്ലേ. അങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ അമ്മായിപ്പോര്, അല്ലാഹു തആല ഈ കണ്ണൂർക്കാർക്ക് മാത്രം മുസീബത്ത് കൊടുത്തിട്ടില്ല, അല്ലാത്ത ജില്ലക്കാർക്കൊക്കെ മുസീബത്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എന്തോ അത് അവർക്കൊരു കൊടുത്ത റഹ്മത്ത് തന്നെയാണ്. ഞങ്ങളുടെ രാജ്യത്തൊക്കെ ഒരു അമ്മായിമ്മ ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാ മരുമക്കളെ സന്തോഷം തരങ്ങള്, മരുമക്കൾക്ക് പെരുന്നാളിന്റെ സന്തോഷമായിരിക്കും. അപ്പൊ എന്തടി ചോദിച്ചാൽ മരുവോള് പറയും, ഒന്നല്ല ഉസ്താദെ അമ്മായിമ്മ ഹജ്ജിന് പോകുക, അങ്ങനെങ്കിലും ഒരു 40 ദിവസം റാഹത്തായിട്ട് ഇരിക്കാലോ ഉസ്താദെ. ആർക്കാണ്? എൻ്റെ അനുജന്മാരെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്, ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാലും ഇസ്ലാമിന്റെ പടയാളികളെ, നമ്മുടെ ആ ഉമ്മ ഇത്രയും കടുപ്പം കാണിച്ച ആ ഉമ്മയെക്കാളും ചെറിയൊരു സ്ഥാനം നമ്മുടെ ഭാര്യക്കെങ്ങാനും കൊടുത്തുപോയാൽ ഫിർഔനിനെ പോലെ അവൻ ശാപത്തിൻ്റെ ഉടമയാൻ. ഖാല റസൂലുള്ളാഹി. എന്താ ഇനി ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ഭാര്യമാർക്ക് പദവിയില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് ജുമഅക്ക് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഭാര്യയുടെ മഹത്വം ഒരു 5 മിനിറ്റ് അങ്ങ് പറഞ്ഞുപോയി. ജ്യേഷ്ഠാനുജന്മാരെ, ഭാര്യമാർക്ക് മഹത്വമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഭാര്യക്ക് വിളിച്ചിട്ട്, ചിലപ്പം ഭാര്യയും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും, നിങ്ങൾ അവളെ വിളിച്ചിട്ട് വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയരുത് കേട്ടാ. പച്ച പാവങ്ങളാണ് നിങ്ങൾ ഈ മുസ്ലിയാരുടെ. ഞാനിങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾ ആ ഈറത്തിലങ്ങ് വിളിച്ചിട്ട് എടി കുതിരേന്നൊക്കെ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞു പോകരുത് കേട്ടാ. പച്ച പാപമാണ്. ഭാര്യമാർക്ക് പദവിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ വാചകം പറഞ്ഞപ്പോ ഞാനൊരാശയം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ രക്തങ്ങളാണ്, അത് തർക്കമില്ല. നമ്മുടെ ചോരകളാണ്. ഭാര്യമാരോട് നല്ല ചിരിച്ച് കളിച്ച് നടക്കണം, തമാശ പറയണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാണ്.
കുറച്ചിങ്ങനെ ഒരു പതുക്കാവണുണ്ട്. ഒന്ന് ആമീൻ പറഞ്ഞാണ്. അത് ഞാനടക്കമുള്ള നമുക്കൊക്കെ ഒരു പ്രയാസം തന്നെയാണ്. ഭാര്യമാരോട് നല്ല തമാശ പറയുക. ജീവിതത്തിൽ അവിടെ എന്താണെന്നറിയാം, ഞാനൊരു 5 മിനിറ്റോ 10 മിനിറ്റോട്ടെ ഞാൻ ജുമാക്കേശം ഒന്ന് പറഞ്ഞു. എന്താ ഭാര്യമാരോട് കാണിക്കുന്ന കടുപ്പം, ഭാര്യമാരോട് കാണിക്കുന്ന കടുപ്പങ്ങളെ. ഗൾഫിലെ ചില പ്രവാസികളുടെ ചില വിളിയൊക്കെ, ആ കുതിര വിളിയൊക്കെ ഉണ്ടല്ലോ, വല്ലാത്തൊരു വിളി തന്നെയാണത്, വല്ലാത്തൊരു വിളിയാ. പനിച്ചെനിക്ക് തീരെ വയ്യേ. ഞാൻ റൂമിലിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചതാ. തീരെ വയ്യ, പനിച്ചിട്ടൊരു പെണ്ണ്, വല്ലാത്ത പനി, 2-3 ദിവസം. എന്നിട്ട് ആൾക്ക് വിളിക്കുക, അതിന് ഞാനെന്താ വേണ്ടത്? അണക്ക് പനിയാണെങ്കിൽ ഞാനെന്താ വേണ്ടത്? എന്താ ഇയാൾ അറിയോ? ഞാനത് ഇരുന്നങ്ങനെ കേൾക്കാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു മുഹിബാണ്. പക്ഷേ ശൈലി പലതും ഉണ്ടാകുമല്ലോ. അതിന് ഞാനെന്താ വേണ്ടത്? 2ാമത്തെ ദിവസം ഉണ്ടെന്ന് വിളിക്കണം, ഞാനെന്താ വേണ്ടതെന്ന് അപ്പോഴും ചോദിക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെ ആലോചിച്ച് നോക്കി. 2-3 ദിവസം നല്ല പനിച്ചിട്ട് തമാശക്കെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പനി ഭേദമുണ്ടാ, ഇപ്പൊ സുഖം ഉണ്ടാന്നൊരു വാക്ക് ചോദിച്ചാൽ മതി. ആ പെണ്ണിന്റെ മനസ്സിലെ സന്തോഷം പക്ഷെ പറയില്ലാന്ന്. അപ്പോഴേക്കാരും വല്ല മീൻ കച്ചവടക്കാർ വന്നിട്ട് താത്താ, ആ വിളി ഗൾഫുകാർ കേട്ടോളും, പ്രവാസികളുടെ മനസ്സിലുണ്ടാവണത്. താത്താ പനിയൊക്കെ അങ്ങനെ ഉണ്ട്, സമാധാനം ഉണ്ടാ? അപ്പൊ നമ്മളെ പെണ്ണ് ഈ മീൻ കച്ചവടക്കാർക്ക് എന്നോടുള്ള സ്നേഹം പോലും ആ പഹയനക്കല്ല കൊടുത്തിട്ടില്ലല്ല. പിന്നെ ബാക്കി ഞാൻ പറയണ്ട, സക്കാലത്ത് തോണ്ടുന്നുണ്ട് തന്നെ, അത് മതി എന്നുള്ള അർത്ഥപ്പത് ഇല്ല. നിങ്ങൾ ഇത്ര തോണ്ടിയിട്ടും കാര്യമില്ല, 5 മിനിറ്റ് പറയും, എന്നിട്ടാണ് ഇത് തീർക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നതേ, നീ തോണ്ടലിട്ടാ, നീ വൈക്കിട്ടൊന്നും തോണ്ടല്ലേ, ഞാൻ നിർത്തേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, പച്ച പാവങ്ങളാണ്. ഈ വിഷയം അതൊരു മുഴുവനാക്കാൻ വേണ്ടി ഒരു സൂചന ഞാൻ പറയാം. ഭാര്യമാരെന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കടുപ്പം ഞാൻ തിങ്കളാഴ്ച ഫാമിലി ക്ലാസ്സിൽ വെച്ച് പറയും. ഭാര്യമാർ നമ്മുടെ ചോരകളാണ്. ഹിയ ഉമ്മ ഔലാദിക്ക, നിങ്ങളുടെ മക്കളുടെ ഉമ്മല്ലേ. ഇപ്പൊ ഞങ്ങൾ നാട്ടിലൊക്കെ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറയാ, എല്ലാവർക്കും ഒരേ എടി. നിങ്ങൾ ആരും ആ വിളിയൊന്നും വല്ലാതെ വിളിക്കട്ടെ, തമാശക്കൊക്കെ വിളിച്ചോളി. എടി, നിന്റെ സ്വർഗം എൻ്റെ കാലിൻ്റെ ചുവട്ടില. ഇതാർക്കറിയാത്തത്? നിങ്ങളൊന്നും മൂളിയാ ബീവിങ്ങളെ, മുണ്ടണില്ലല്ലോ നിങ്ങള്. നിന്റെ സ്വർഗം എൻ്റെ കാലിൻ്റെ ചുവട്ടില. എന്നാ നമ്മുടെ പെണ്ണാരാ, നമ്മുടെ പെണ്ണാരാ നമ്മൾ ഓർത്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹി ജുസ്ഉം മിൻക, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യമാർ. ഭാര്യമാരോട് എത്ര കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുവോ, നസറത്ത് ബിഹിമുർ റഹ്മാ, നസറത്ത് ബിഹിമുർ റഹ്മാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഭാര്യമാരോട് നല്ല ചെറിയും കളിയും തമാശകളൊക്കെ, കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തൊരു ചെറിയും കളിയൊക്കെ ആയിരിക്കാനും. സുബ്ഹാനല്ലാഹ്, ഭാര്യമാരുടെ അരികിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ ചെന്ന നല്ല സ്വഭാവമായിരിക്കും. ഭാര്യമാരുടെ അരികിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ റബ്ബർ ബന്ദ് വായിട്ട പോലെ. ഒരു ചായ ആണോ, ആ ഉണ്ടമുഖം കേട്ടാൽ തന്നെ ഒരു ഇടങ്ങാറാണ്. അത് ഹക്കല്ലേ അത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ചില ആളുകളൊക്കെ നമ്മളെ നാട്ടിലല്ലട്ടാ, ലണ്ടനിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലണ്ടനിലെ ആളുകളാണ്. അപ്പൊ ആ ഒരത്തിലൊക്കെ ഭാര്യയോട് നല്ല ചെറിയും കളിയും തമാശകളൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രായപരിധിയൊന്നുമില്ല. ഇനി ചില ആളുകൾ വിചാരിക്കണ്ട, എനിക്ക് 19 വയസ്സായി, ഇപ്പൊ ഞാൻ പിന്നെ എന്താ ചെറുക്കാൻ പോയിട്ട്. നിങ്ങൾ നാട്ടിലൊന്ന് പോയി നോക്കണ്ടി, എന്നിട്ട് പുതിയെണ്ണേന്ന് വിളിച്ചു നോക്കാൻ. നിങ്ങൾ പുതിയെണ്ണ, അതെ മക്കളെ, എൻ്റെ പുതിയാപ്പള വന്നിട്ടുണ്ട്. പുതിയാപ്പളെ, അല്ലോ, നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നാമും നമ്മുടെ ഭാര്യയും പുതിയാപ്പിളിയും വിളിച്ച് നസലത്ത് ബിഹിമുർ റഹ്മാ. തമാശയല്ല, കാരുണ്യത്തിന്റെ മുത്ത് പഠിപ്പിച്ചൊരാശയമാണ്. ഭാര്യയോട് എത്ര കണ്ട് സന്തോഷത്തോടെ, അത്ര കണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം നന്നായി കളയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഭാര്യയുടെ ഒരു ജീവിതത്തിലെ ചില ഭാഗം അത് ഫാമിലി ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുക. ഇപ്പൊ സമയമല്ല, 10:30 മണിക്ക് എല്ലാം കഴിയണമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നാം തുടങ്ങിയത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അല്പം അങ്ങ് പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹു തആല നമ്മുടെ ഈ ജീവിതം ഖൈറാക്കി തരുമാറാവട്ടെ, ബറക്കത്തുള്ളതാക്കി തരുമാറാവട്ടെ. ഞാൻ ഇന്ന് ഒരു ആവർത്തനം നൽകുകയാണ്. അത് മാത്രം പറഞ്ഞ് ഞാനിവിടെ ദുആ ചെയ്ത് നിർത്തുകയാണ്. ഒരാവർത്തനം എന്ന രൂപത്തിൽ ചിലപ്പോൾ ഫാമിലികൾക്ക് അല്ലാതെ വരാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവരൊന്ന് മനസ്സിലാക്കണമല്ലോ. ഒരൊറ്റ കാര്യം ഞാൻ ഈ ഉസ്താദുമാരുടെ മുന്നിൽ വെച്ച് ഒരു വാഖിഅത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നീട്ടുന്നത്
എന്നോട് സക്കാവസ്ഥ പറഞ്ഞു 11 മണി ലാസ്റ്റ് വരെ. അപ്പോൾ അതായിരിക്കും തിരിച്ചിട്ടാ ഞാൻ നിർത്തുകയാണ്. സാഹചര്യം ഗൾഫിലെ അവസ്ഥ എനിക്കറിയാം. അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖൈറ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. ഭാര്യ ഞാനിവിടെ നിർത്തുന്നു, നമുക്ക് ദുആ ചെയ്യാം. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, അത് ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അല്ലാഹു തആല നല്ല ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. ഒറ്റ കാര്യം, അത് കല്യാണം കഴിച്ച എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം, മറക്കരുത് എൻ്റെ യുവാക്കളെ. ഞാൻ തന്നെ ഒരു വാക്യത്ത് ഒരു അനുഭവമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ സംഘകുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽപ്പെട്ടു. അവനെ കാണാൻ വേണ്ടി പോയി. അവന് കാര്യമായ പരിക്കൊന്നുമില്ല. അവനെ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. ഇത് പറയാതെ ഒരു ചെറുപ്പക്കാരൻ്റെ ഖൽബിൽ ഭാര്യയോടൊരു കിർഫ വന്നെങ്കിൽ എന്ന നിയ്യത്ത് വെച്ച് മനസ്സിൽ നിന്നാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. കമ്പിക്കൂട്ടിൽ കിടന്നിട്ട് വേദന കൊണ്ട് പുളകി മറിയുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്ന് എങ്ങനെ ഉണ്ടാവും? ആ മനുഷ്യൻ്റെ അരയുടെ മുകളിലേക്കൊരു കുഴപ്പമില്ല, താഴെ 2 തുടയൊക്കെ ചമ്മന്തിയായിട്ടുണ്ട്. അങ്ങനെ വേദന കൊണ്ട് പുളകി മറിയുമ്പോൾ അയാളെ ഭാര്യ, നല്ല ഈമാനുള്ള മുഖം മറച്ചൊരു സ്വാലിഹത്ത്, അയാളെ ഭാര്യ തലഭാഗത്തിരുന്ന് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ കാഷ്ടിച്ചു. എൻ്റെ അനുജന്മാരെ, എൻ്റെ സഹോദരങ്ങളെ കാഷ്ടിച്ചപ്പോൾ ഈ പെണ്ണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തില്ല, അല്ലെങ്കിൽ ഒരു പേപ്പർ തൊട്ടില്ല. സ്വന്തം കൈകൊണ്ട് ഭർത്താവിൻ്റെ കാഷ്ടമിങ്ങനെ വടിച്ചെടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്നു, ഒരു കൈകൊണ്ട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈകൊണ്ട് ഭർത്താവിൻ്റെ ഗുഹ്യസ്ഥാനം, ചെറിയ കുട്ടികളുടെ ഗുഹ്യഭാഗം കഴുകിക്കൊടുക്കുന്നത് പോലെ ആ പെണ്ണങ്ങനെ കഴുകിക്കൊടുക്കുമ്പോൾ ഈ മനുഷ്യനുണ്ടൊരു കരച്ചിൽ, വല്ലാത്ത കരച്ചിൽ. ആ മനുഷ്യന് അവിടെ നിന്ന് പറഞ്ഞു, ഞാനിപ്പോൾ എല്ലാവർക്കും ഭാരായില്ലേ, നിനക്ക് ഞാൻ ഭാരായില്ലേ? അപ്പൊ പെണ്ണ് പറയാ, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനുണ്ട് ഭാര്യക്കൊരു ദുആ, എൻ്റെ ഭാര്യക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒറ്റ ദിവസം മൂത്രത്തിൽ കിടന്നാൽ എല്ലാവർക്കും തിരിയും ഭാര്യ ആരാണെന്ന്. നമ്മുടെ ഭാര്യ ആരാണ്? പച്ച പാവങ്ങളാണ്. ഈ പ്രസംഗം കേട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഭാര്യയോടൊരു കറ വന്നു പോകരുത്. പാവങ്ങളാണ് നമ്മുടെ ഭാര്യ, മക്കൾ, അതോടെ നമ്മുടെ ഉമ്മ ഉപ്പ. ഇത്രയും മഹത്വം റസൂലുള്ള ഭാര്യക്ക് പറഞ്ഞ ആ ഭാര്യയേക്കാൾ ഉമ്മ എത്ര പവറുണ്ടെന്ന് പറഞ്ഞു. ആ ഉമ്മ വിളിച്ചാലും ഉത്തരം കൊടുക്കരുത്, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ആ ഉമ്മയും ബാപ്പയും നമ്മുടെ ചോരകൾ ഇൻഷാ അല്ലാഹ് അവർ സ്വർഗത്തിൽ ഒരുമിക്കണം. റാഹത്തുള്ളൊരു ജീവിതം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. മനസ്സമാധാനം ഉണ്ടാവണം. അതിന് നമ്മുടെ മക്കൾ നമ്മുടേതായി ജീവിച്ച് മരിക്കണം. ഒരു പട്ടിയുടെ മൂത്രം കുടിക്കുന്ന മോനെ നാം കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു കാലം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ മലയാള മണ്ണിൽ കാണുന്ന ഇത്രമാത്രം വലിയൊരു വെളിച്ചം, കുട്ടികൾക്ക് നമ്മുടെ മക്കൾ നമ്മുടേതായി വളരാൻ പറ്റിയ ഒരു നല്ല വഴിയൊരുക്കാൻ നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘകുടുംബങ്ങൾ, നമ്മുടെ പ്രസ്ഥാന കുടുംബങ്ങളും സ്ഥാപന കുടുംബങ്ങളും അധ്വാനിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് അൽഹംദുലില്ലാഹ് അതിൻ്റെ വലിയ 4 നെടുന്തൂണുകൾ എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടായിരുന്നു. അഭിവന്ദരായ ശൈഖുന താജുൽ ഉലമ, അള്ളാഹു ഇവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനായ ശൈഖുന നൂറുൽ ഉലമ, അള്ളാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റണേ അല്ലാ. മാത്രം കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അള്ളാഹു ഇവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. സുഖമില്ലാതെ വല്ലാത്ത വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രായാധിക്യത്തിൽ കിടക്കുന്ന
മഹാനാണ് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഞാൻ നിങ്ങളോട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു വല്ലാത്ത വെളിച്ചം നമ്മുടെ നാടുകൾ ഇന്ന് ഏതൊരു മഹല്ലെടുത്ത് നോക്കി ഒരു ബിരുദധാരിയായ ഒരു സഖാഫിയായ പണ്ഡിതൻ ഒരു മഹല്ലിൽ, കേരളത്തിന്റെ 14 ജില്ലകൾ എടുത്തു നോക്കിയ ഒരു പണ്ഡിതൻ ഒരു മഹല്ലിൽ എന്ന രൂപത്തിൽ എണ്ണിയാൽ ബാക്കിയായിരിക്കും പണ്ഡിതന്മാർ. അത്രയും വലിയ പണ്ഡിത മുത്തുകളെ പല മേഖലകളുടെ ബിരുദധാരികളായി 75,000-ഓളം കുട്ടികളെ ഈ സമുദായത്തിന് സമർപ്പിച്ചു അഭിവന്ദരായ ശൈഖുന AP ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് വിളിച്ചിട്ട്, ഞാനൊരു സാധു, ഞാനിങ്ങനെ ഒരു ഹാലും വിധിയേറ്റ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു, ഒരാഴ്ച മർക്കസിന് വേണ്ടിയിട്ട് അബുദാബിയിൽ ഒന്ന് പോകണം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ എന്താണിപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങനെ പോകാൻ കൊതിക്കുന്ന ഒരാളാണ്. അവിടുത്തെ പൊരുത്തം കിട്ടിയാൽ മതി എന്ന് കൊതിക്കുന്ന ഒരാൾ. ഒരാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പോകാറ്. അങ്ങനെ ഈ സമയത്ത് ഞാൻ വന്നതാണ്. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു പൊരുത്തത്തിന് വേണ്ടി നോക്ക് നിങ്ങൾ. അൽഹംദുലില്ലാഹ് ഒരൊറ്റ ദിവസം മർക്കസിന്റെ വളർച്ചയും മർക്കസിനെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തിരിയുക. ഒരൊറ്റ ദിവസം 3.5 ലക്ഷം രൂപ, കഴിഞ്ഞ കൊല്ലത്തെ കണക്ക 3.5 ലക്ഷം രൂപ ഒരു മാസം വേണം. നമ്മളെ ജീവിതങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 10 ദിവസത്തിന് 35 ലക്ഷമായി. ഒരു മാസത്തേക്ക് 1,05 ലക്ഷം രൂപ വരും. ഒറ്റ മാസം 1-ാം തീയതിയും 10-ാം തീയതിയുള്ളിലായിട്ട് ശൈഖുനയുടെ കരങ്ങൾ മുഖേന ഒരുപാട് സാധുക്കളുടെ സഹായം കൊണ്ട് 1,05 ലക്ഷം രൂപ മക്കളെ ഭക്ഷണം കൊടുത്ത് വളർത്താൻ, അവർക്കുള്ള ചെലവ്, അതുപോലെ വിദ്യാഭ്യാസവും മറ്റ് ചെലവുകൾക്കും വേണ്ടി 1,05 ലക്ഷം രൂപ വരും. അതൊരു വർഷത്തേക്കങ്ങ് പോയ 12,60 ലക്ഷം. അള്ളാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. 12,60 ലക്ഷം ഒരു വർഷം വരും. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, മർക്കസിലെ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാം, ഞാൻ ഏറ്റവും കാതറോലേരെ എല്ലാവർക്കും, മുത്താലിമികൾക്ക് മാത്രം എത്തിൻകുട്ടി അല്ല, എല്ലാവർക്കും ഒരു നേരത്തെ ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഉസ്താദിനോട് ഉസ്താദ് ചോദിക്കുക, കാതറോലേരെ അത് വേണ? അവ വീണ്ടും ചോദിക്കാൻ, ഞാൻ കൊടുത്തോളാം ഒരു നേരത്തെ മുഴുവൻ ഭക്ഷണം. എന്നാ പിന്നെ കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കണ്ട ലീസ്റ്റ് തരാറ്. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അന്നത്തെ കണക്ക് കൊടുത്തു. അപ്പോൾ കുണ്ടൂർ ഉസ്താദ് പറയാ, പിന്നെ അത് വീട്ടാൻ ഞാൻ ഒരു മാസം പിരിവിന് വേണ്ടി വന്നു. അത് വീട്ടാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഉസ്താദിനെ കുറിച്ചുള്ള മഹിമകളൊക്കെ നമുക്കറിയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു വല്ലാത്ത ആശയമുണ്ട്. നമ്മുടെ വൈലത്തൂർ തങ്ങൾ പറഞ്ഞ, അത് ഞാൻ ഒരു വിധമുള്ള സ്ഥലത്തൊക്കെ പറയും, ഞാൻ നേരെ കേട്ടതാണ്. വൈലത്തൂർ തങ്ങൾ പറയാ, AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വൈലത്തൂർ തങ്ങൾ വലിയ മഹാൻ പറയാ, AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. അതെന്താ തങ്ങളെ അങ്ങനെ ദ്വാരക്കാൻ പറയുന്നത്? AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂർ തങ്ങളെങ്ങാനും മരിച്ച ഉസ്താദിന്റെ നാവ് കൊണ്ട് വൈലത്തൂർ തങ്ങളെ ഖബർ നീ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞ യൂസുഫ് കോയുടെ ഖബർ ഇസ്രാഫിന്റെ ഊത്ത് വരെ പ്രകാശിക്കും. ഉസ്താദിന്റെ നാവ് കൊണ്ട് അങ്ങ് ദ്വാരുന്ന. ഉസ്താദ് മരിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നെങ്കിൽ ആ ദ്വാരക്ക് കിട്ടുമോ? നമ്മളെ വൈലത്തൂർ തങ്ങൾ പറയാ, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, അൽഹംദുലില്ലാഹ് മർക്കസ് എന്ന ജാമിഅ മർക്കസ് ഉമ്മുൽ മറാക്കിസ്, മർക്കസുകളുടെ ഉമ്മയാണ്. ആ ഉമ്മയായ
മർക്കസിന് ഒരു ചെറിയ ഏതെങ്കിലും തരത്തില് ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രവർത്തനമുള്ളവർക്ക് എപ്പോഴും ശൈഖുനയുടെ ദുആ കിട്ടില്ലേ? അറഫയാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഒരു ചെറിയ പ്രഭാഷണ വേദിയാണെങ്കിലും നാനാ ഭാഗത്തും സഹായിക്കുന്ന മർക്കസിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ നിന്ന് ബറക്കത്ത് കൊടുക്കെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത് കേൾക്കാറില്ല നമ്മളൊക്കെ. ആരോടൊരു വിഷമില്ല, ആരോടൊരു വെറുപ്പില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു വ്യക്തിയോടൊരു വെറുപ്പ്. എത്ര കൊല്ലമായി ഈ ഇരിക്കുന്ന നമ്മളൊക്കെ 25 കൊല്ലം 30 കൊല്ലമായി ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ ഒരു 25-26 കൊല്ലമായി ഷെയ്ഖുനെ കുറിച്ച് ഓരോന്നും പറയുന്നു. പക്ഷെ ഒരു വെറുപ്പില്ല ആരോടും. ഒരു ഹജ്ജ് വേളയിൽ ഒരു ഹാജി ഉസ്താദിനെ കണ്ട ഉടനെ പറഞ്ഞു, ആ ചങ്ങായി ഇക്കൊല്ലം ഹജ്ജിന് വന്നിട്ടുണ്ട്, ആ ചങ്ങായി ഇക്കൊല്ലം ഹജ്ജിന് വന്നിട്ടുണ്ട്. വേറെ ചില പദങ്ങൾ ഞാൻ പ്രയോഗിക്കുന്നില്ല. അപ്പോ ഉസ്താദിന്റെ അറഫയിലെ ദുആ, ആ ദുആ ഇയാളും അനുഭവിച്ചു. ദുആ കഴിഞ്ഞിട്ട് ഉസ്താദിനൊന്ന് കാണണം. പിന്നെ ഇയാളെ കൽബൊക്കെ പൊട്ടിയില്ലേ? മിനയിൽ വെച്ച് മിനക്ക് ഉസ്താദിനെ കാണണം. ഞാൻ ഉസ്താദിനെ നായാന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ഈ ആചാര്യ പറയാ, ഞാൻ നായാന്ന് വരെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഉസ്താദിനൊന്ന് കാണണം. മിനയിൽ വെച്ച് കണ്ടു. ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ നല്ലൊരു ആലിമാണ്, ഞാനൊരു ജാഹിലാണ്, ഞാൻ നിങ്ങളെ നായാന്ന് വരെ വിളിച്ച ഒരാളാ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നേട്ടാ. അപ്പൊ ഉസ്താദ് പറയാ, നിങ്ങൾ വിളിച്ച അന്ന് തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആചാര്യ, ആരോടൊന്നുമില്ല, എന്ത് പറഞ്ഞാലും എനിക്കെന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റിയാ ഞാൻ ചെയ്യും, ആരോടൊരു വെറുപ്പില്ല. ശൈഖുന പറയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആ അഭിവന്ദരായ ശൈഖുനയുടെ കരങ്ങളെ കൊണ്ട് ഇന്ന് കിട്ടിയ വെളിച്ചം അത് കുറച്ചൊന്നല്ലല്ലോ. 2500ഓളം പള്ളികൾ, 2400ഓളം കിണറുകൾ. അങ്ങ് നോക്കി നിങ്ങൾ ഓരോ ഭാഗങ്ങളിലുള്ള, ഞാൻ ഒരു ചെറിയ, അത് നമുക്ക് എത്രയും പറയാനുണ്ട്, ഞാൻ ഒരു സൂചന നിങ്ങളുടെ മനസ്സിലേക്ക് നൽകിയത്. 5000ഓളം യത്തീം കുട്ടികൾ ഇപ്പോ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. 5000ഓളം യത്തീം മക്കള്, 3000ഓളം യത്തീം മക്കളെ വളർത്തി നാടിന് സമർപ്പിച്ച ആ കുടുംബങ്ങൾക്കൊരു കടിഞ്ഞാൻ പിടിക്കാൻ പറ്റിയ കുട്ടികളാക്കി മാറ്റിയില്ലേ എന്ന് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കുന്തു വാഖിഫൻ ശൈഖുന പറയും, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പാനും സാധുക്കളെ വളർത്തിയാൽ കുന്തു വാഖിഫൻ ഇൻദ മീസാനിഹി, അവന്റെ തുലാസിന്റെ അരികിൽ ഞാൻ നിൽക്കും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രചോദനം. ശൈഖുന പറയുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും നല്ല ഭക്ഷണം കഴിച്ച്, അൽഹംദുലില്ലാഹ്, നല്ല ഭക്ഷണം കഴിച്ച് കുട്ടികളിങ്ങനെ കളിക്കുമ്പോ ചെറിയൊരു കുഞ്ഞ്, ഒരു മോൻ, ആ മോനിങ്ങനെ ഒരു ഭാഗത്തിരിക്കുന്ന റോഡരികിൽ, കളിക്കാനില്ല, ഒന്നുമില്ല, കീറിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. മോനെ, യാ ബുനയ്യ, മോനെന്താ കളിക്കാത്തെന്ന്, പെരുന്നാളല്ലേ? ആ കുട്ടി എഴുന്നേറ്റു. എന്നിട്ട് മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കി പറയാ, പെരുന്നാളാണ്, എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ ബാപ്പ മരിച്ചു, ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും നല്ല ഭക്ഷണം കഴിച്ച് പുതിയ കുപ്പായം ധരിക്കുമായിരുന്നു. പെരുന്നാളായിട്ടൊരു പുതിയ വസ്ത്രം കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. മോനെ, അത്തറുല്ലാ അൻ അകൂന അബൻ ലക് വആയിഷത്തു ലക ഉമ്മ വഫാത്തിമത്തു ലക ഉഖ്താ, ഞാൻ നിന്റെ മോനെ, ഞാൻ നിങ്ങളുടെ ഉപ്പയാണ്, എൻ്റെ ആയിഷ നിന്റെ ഉമ്മയാണ്, ഫാത്തിമ നിങ്ങളുടെ പെങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷ മോൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തു. ആ കുട്ടി കളിക്കാൻ പോകുമ്പോ, ഇന്നി റഅയ്തു അബൻ ഖൈറൻ മിൻ നബി, എൻ്റെ ഉപ്പയെക്കാളും നല്ലൊരു ഉപ്പ, ഉമ്മയെക്കാളും നല്ലൊരു ഉമ്മ. ആ കുഞ്ഞിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോ, ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന, അവരെ ഏറ്റെടുക്കുന്ന, തകാഫുലായി ഏറ്റെടുക്കുന്ന അവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ നിൽക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പാവങ്ങളെ വളർത്തുന്നത്. ശൈഖുന പറയുന്നുവെങ്കിൽ, ജ്യേഷ്ഠാനുജന്മാരെ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച ആ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി 10,000ങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ദുആ
എല്ലാ മജ്ലിസുകളും ഉസ്താദിൻ്റെ ദുആയും നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്കൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. അല്ലെ പെട്ടെന്ന് കൊടുത്തു വിട്ടോൾ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ബറക്കത്തുള്ളതാക്കണേ റഹ്മാനെ. നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യ പെട്ടെന്ന് കഴിയുന്ന എല്ലാവരും, നമ്മളെല്ലാവരും അതിൽ കൂടെ, അത് നല്ല ബറക്കത്ത് അല്ലാഹു. 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل. നമ്മുടെ IP ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.